ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എന്റെ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിന്റെ മേൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിന്റെ മേൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാവിന് എന്റെ മേൽ അവകാശമില്ല. ഒരു വേദനയ്ക്കോ ഒരു രോഗത്തിന് എന്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ പ്രവർത്തികളെ ഇന്ന് വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടാൻ കർത്താവിന്റെ അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തില്ല. കർത്താവിന്റെ ജാതികളുടെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പരിചയം അറിയും. എന്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, ഇത് യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഭൂലോകത്തെട്ടത്തോളം വയസ്സാല സൃഷ്ടിയോടെ വന്ന് സുവിശേഷം ഞാൻ പ്രസംഗിക്കും. രോഗികളെ സൗഖ്യമാക്കും, ഭൂതങ്ങളെ പുറത്താക്കും, മരിച്ചതിനെ ഉയർപ്പിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുവാനും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ അനുഭവിക്കുവാനും ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നല്ലോ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. വൻ കൃപകളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നല്ലോ. അതിനോടൊരു വാക്യം നമുക്കിന്ന് വായിക്കാം. നമുക്കിനി മുതൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് തിങ്കളാഴ്ച നമുക്ക് ടൈം പ്രത്യേകിച്ച് ഇതിന് ശേഷമുള്ള സമയത്തിന്റെ ഒത്തിരി പരിമിതികൾ വരുന്നത് കൊണ്ട് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ തിങ്കളാഴ്ചകളിലും ആസ് എ സിസ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ മൺഡേകളിലും പിന്നെ നമ്മുടെ മുമ്പിൽ എന്താ പറയുക സിസ്റ്ററുണ്ട്, പുഷ്പ സിസ്റ്ററുണ്ട്. അപ്പം മൺഡേയും ഫ്രൈഡേയും മാത്രം നമ്മളിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുവാണ്. ബാക്കി ടൈമിൻ്റെയും സമയത്തിൻ്റെ എല്ലാ കാര്യങ്ങൾ ക്രമീകരിച്ചതിന് ശേഷം ബാക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഇപ്പം അങ്ങനെയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആശാസ്ത്രം ഇന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദിവസത്തിൽ മുന്നോട്ട് പോകാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമെങ്കിൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി ആകുന്നു. The cross, preaching of cross is to them is perish foolishness, but unto them saved is the power of God. അപ്പൊ വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവത്തിന്റെ ശക്തിയാണ്. നമ്മൾ തുടർച്ചയായിട്ട് കൊരിന്ത്യ ലേഖനമാണ് ധ്യാനിച്ചു വരുന്നത്. We've been looking at Corinthians. അപ്പൊ കൊരിന്ത്യർക്ക് ലേഖനത്തിൽ ആദ്യത്തെ കുറെ പ്രത്യേകത നമ്മൾ പറയാൻ ഇടയായി തീർന്നു. First we used to see some things in the beginning. അപ്പൊ കൊരിന്ത്യ സഭയുടെ പൗലോസ്ലീഹ പറയാണ് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഇത് ഭോഷത്വമാണ്. Whoever is perishing, the preaching of cross is foolishness. പക്ഷെ രക്ഷിക്കപ്പെടുന്നവർക്ക് ഇത് ഭയങ്കര ദൈവശക്തിയാണ്. But who is being saved, it's a power. എന്താണ് ഈ ദൈവശക്തി നമുക്ക് കേൾക്കാൻ വേണ്ടി പോവാണ്. What is the power of God? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ in Genesis 13:15 അവിടെ അതിന്റെ 14 മുതൽ ഞാൻ വായിക്കാം. 14 മുതൽ യഹോവയായ ദൈവം പാമ്പിനോട് 14-ാമത്തെ വാക്യം 15 വായിച്ചാൽ മതി. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്തത് കൊണ്ട് എല്ലാ കന്നുകളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും എത്തി നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസ്സുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും നീ പൊടി തിന്നുന്നവനായിത്തീരും. എന്നാൽ ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാകും. enmity between man and woman and the offspring and the seed and the seed. നിങ്ങൾ ഈ വാക്ക് കൊണ്ടാണ് സ്ത്രീക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ യുദ്ധം ഉണ്ടാവും. You can see here the seed of the woman and the woman's offspring. അപ്പൊ മനുഷ്യനും പിശാചും തമ്മിൽ ശത്രുത്വം ഉണ്ടായി. So there is a war between the Satan and the man. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറഞ്ഞു, അവൻ, അതായത് ആരാന്നാണ് മെൻഷൻ ചെയ്യുന്നില്ല, അവൻ നിന്റെ തല തകർക്കും. That person is not saying who it is. അപ്പൊ സ്ത്രീയുടെ സന്തതികളിൽ നിന്നും, അതായത് ആദത്തിന്റെ ഹവ്വായുടെ ജനറേഷൻ ഉണ്ടാകുന്ന നിമിഷം മുതൽ പിശാചിന് അവരുമായി ശത്രുത്വം ഉണ്ടാകും. From the offspring of Adam to Eve, of the Satan will be in war with that seed. എന്നാൽ ഇതേ സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. Same seed of the woman will crush your head. ഇത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് പറയുന്നത്. This is said in Genesis. ഇതിനുശേഷം ആയിരക്കണക്കിന് വർഷത്തിന് ശേഷം After this, thousands of years have passed away. യേശു ക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നത്. Jesus came to the world. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ കാണിക്കുന്നത്
Cross of Jesus is showing ഒരു യുദ്ധത്തെ കാണിക്കുകയാണ്. it's a war. യുദ്ധം ആരുമായിട്ടാണ്? Who is the war with? ഒന്ന് പാപത്തോടും പിശാചിനോടും. With the sin and Satan. അപ്പൊ പാപത്തോടും പിശാചിനോടുള്ള യുദ്ധമാണ് കാൽവരി ക്രൂശ്. Sin and Satan war is on the cross. അപ്പൊ പിശാചിന്റെ ശക്തികൾ എന്തൊക്കെയാണ്? What is the power of Satan? നമ്മൾ എഫേസ്യ ലേഖനം എടുക്കേണ്ട സിസ്റ്റർ, ഞാനിത് പറയുന്നത് ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇത് ഇതിന് ശേഷം ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. എഫേസ്യ ലേഖനം 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കേൾക്കാറുണ്ട്, വാഴ്ചകളും അധികാരം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ എന്ന് വചനം പറയാറുണ്ട്. We used to see in the Ephesians 6 that we have war between between the flesh and blood, but the principalities of heaven. അപ്പൊ പിശാചിന്റെ ആയുധങ്ങളാണ് വാഴ്ചകളും അധികാരങ്ങളും. So the equipments of Satan is the principalities in heaven. അപ്പൊ ഒരു പട്ടണത്തിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ദേശാധിപതിയായി നിൽക്കുന്ന ദേശത്തിന്റെ അധികാരിയായ പിശാചുകളുണ്ട്. If we go into a city, there is principalities. നമുക്ക് അദൃശ്യമായ ഈ ലോകത്തിൽ പലയിടങ്ങളിലും ഇവന്റെ ശക്തിയുടെ ഇൻഫ്ലുവൻസുകളുണ്ട്. There are a lot of influence of this power of Satan. ഇത് ഉപയോഗിച്ചാണ് ഇവൻ മനുഷ്യനോട് യുദ്ധം ചെയ്യുന്നത്. This is what he is using to war between humans. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യനോടല്ല, വാഴ്ചകളോടും അധികാരത്തോടുമാണ്. So that's why in the Bible it says we have struggled not against the flesh and blood, but against the rulers and the authorities. എന്നാൽ കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു പിശാചിന്റെ തല തകർത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് കൊലോസി ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. So in Colossians it says he spoiled the principalities and power openly. That's what it says in Colossians. അതായത് പിശാചിന്റെ വാഴ്ചകളെയും പിശാചിന്റെ ആയുധങ്ങളെയും കർത്താവ് എന്ത് ചെയ്തു? ആയുധ വർഗം വെപ്പിച്ചു. Satan's principalities and Satan's power, Jesus spoiled it on the cross. ക്രൂശിൽ അവരുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. On the cross he was triumphing over it. വചനം പറയുന്നത് പോലെ വാഴ്ചകളും അധികാരങ്ങളെയും കർത്താവ് ക്രൂശിൽ തകർത്തു. On the cross the principalities and powers was broken. അപ്പൊ ക്രൂശിന്റെ വചനം നശിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത്? Why does this the people cannot understand whoever is perishing about the cross? ഒരു മനുഷ്യൻ വേദനയോടെ ഒരു മരത്തിന്മേൽ പിടഞ്ഞ് മരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, one person dies on a tree with so much anguish, അത് ആ മനുഷ്യന്റെ ഏറ്റവും വലിയ തകർച്ച അല്ലെങ്കിൽ ഏറ്റവും വലിയ എന്താ പറയുന്നത് തകർച്ചയാണ് നമ്മൾ കാണുന്നത്, അല്ലെ? നിസ്സഹായതയാണ് കാണുന്നത്. We can actually see the defeat of that person there. അപ്പൊ അതൊരിക്കലും ജയമല്ല, പരാജയമാണ്. That is not a victorious, that is defeat. അപ്പൊ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ നോക്കുമ്പോൾ യേശു ജീവന് വേണ്ടി പെടയുകയാണ്. If a normal person sees, you can see that Jesus is just begging for life there. യേശു വേദന കൊണ്ട് പെടയുകയാണ്. He is in torment of pain. പക്ഷെ ബൈബിൾ പറയുന്നു യേശു യുദ്ധം ചെയ്യുകയാണ്. But in Bible is saying that Jesus is at war. കർത്താവ് വാഴ്ചകളെയും അധികാരങ്ങളെയും തകർത്ത് കളയുകയാണ് അവിടെ. He broke the principalities and power. ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിന്റെ നിവർത്തിയാണ് അവിടെ സംഭവിക്കുന്നത്. Whatever told in the Genesis is what happened there. അപ്പൊ ഇത് രക്ഷിക്കപ്പെടുന്നവർക്ക് എന്താ കിട്ടുന്ന അറിയാവോ? What happens to the saved ones? രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ വാഴ്ചകൾക്കും അധികാരങ്ങളുടെയും കാൽ കീഴിലാക്കുന്നവരായി മാറുന്നു. So when you get saved, you bring that under the power of your feet. നിങ്ങളൊരു പട്ടണത്തിന്റെ അകത്ത് ഇരിക്കുന്ന സമയത്ത്, if you are in a city, ആ ദേശത്തിനകത്ത് ഒരു അധിപതിയുണ്ട്, there is a principality, ഒരു പൈശാചിക ലോകമുണ്ടെന്നിരിക്കട്ടെ, there is a satanic power there. നിങ്ങൾ ആ ഭവനത്തിലോ ആ പട്ടണത്തിലോ എവിടെയെങ്കിലും പോയി ഇരുന്നു കഴിഞ്ഞാൽ, wherever you go and sit in that city, അവിടെ വാഴ്ചയ്ക്കും അധികാരത്തിനും ചലിക്കുവാൻ കഴിയത്തില്ല. principalities and power cannot move there. കാരണം വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും ശക്തി തകർത്ത യേശു ക്രിസ്തുവിൽ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, what is being by saved? രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലാകുക എന്ന. It means to become inside the Christ. നമ്മൾ യേശുവിലേക്കായി എന്ന. We are in Christ. We are in Christ. നമ്മൾ യേശുവിലായിരിക്കുന്നു. We are in Christ. അപ്പൊ നമ്മൾ ക്രിസ്തുവിലായതുകൊണ്ട്, അതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു സഭയിലോട്ട് ചേരുന്നത് മാത്രമല്ല, പകരം യേശുവിലേക്കാകുന്നു.
So becoming saved is not only being a part of a congregation, but we are in Christ. ബൈബിൾ പറയുന്നത് യേശുവിനെ കൈക്കൊണ്ട് കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കളാവും. Whenever we call upon the God, and we will become Christ, one with Christ. അപ്പൊ നമ്മൾ യേശുവിലായി കഴിയുമ്പോൾ വാഴ്ചകളും അധികാരങ്ങളും നിങ്ങളെ കാണുമ്പോൾ അവർ യേശുവിനെയാണ് കാണുന്നത്. So when we are in Christ, the principalities and power that sees you will see Christ. അപ്പൊ നിങ്ങളൊരു പട്ടണത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് When you are going into the city, ഈ ഒരു വിശ്വാസം അകത്തുണ്ടായിരിക്കണം. you should always have this faith in ഞാൻ യേശു ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. I am saved in Christ. ഞാൻ വാഴ്ചകളെയും അധികാരങ്ങളെയും നിരായുധമാക്കിയ വ്യക്തിയാണ്, പരാജയപ്പെടുത്തിയ വ്യക്തിയാണ്. I will disarm the powers and principalities. ഈ അധികാരം എന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. This power is inside me. അപ്പൊ നിങ്ങളൊരു പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ ക്രൂശിന്റെ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ അകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. So when you are going into a city, the power of the cross is within you. ഇത് പിശാചിനെ തകർത്ത ശക്തിയാണ്. The same thing that disarmed the power of പിശാചിന്റെ പ്രവൃത്തികളെ തകർത്ത ശക്തിയാണ് രക്ഷിക്കപ്പെട്ട വ്യക്തികൾക്കകത്ത്. the works of the Satan was crushed. That is the power that is in you. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, That's what it says in Ephesians. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇത് വ്യാപരിക്കാൻ തുടങ്ങും. This is the power. This works within the power who is അപ്പൊ believing in them. ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കുക, ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്, ഞാൻ നിൽക്കുന്ന പട്ടണത്തിൽ ഞാനാണ് യേശുവിന്റെ അധികാരി എന്ന് പറഞ്ഞാൽ ഈ ശക്തി അങ്ങോട്ട് വ്യാപരിക്കാൻ തുടങ്ങും. So if you believe that in the city that you are there, and you know that the power is within you, then the power will ആ spread. പട്ടണത്തിലെ മുഴുവൻ നന്മയും നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങും. All the benefits of the city will come to you. ആ പട്ടണത്തിലെ സകല പിശാചിന്റെ പ്രവർത്തനം അവിടെ സ്റ്റക്കായി പോകാൻ തുടങ്ങും. All the powers of darkness will be stuck. നിങ്ങൾക്കറിയാം, യേശു ഒരു പട്ടണത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് When Jesus went into a city, ഭൂതങ്ങൾ ഇങ്ങനെ അലറിക്കൊണ്ട് പറഞ്ഞു, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, ഞങ്ങളെ വെറുതെ വിടണം. the Satan was just was screaming there, say, they leave me alone. കാരണം വെച്ചാൽ യേശു ചെല്ലുമ്പോൾ തന്നെ അധികാരം അവിടെ വ്യാപരിക്കുക. So when Jesus goes, the power works. കാര്യം യേശു വിശ്വസിക്കുന്നു, ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ട ആളാണ്. Because Jesus knows that I am anointed. അപ്പൊ അനോയിന്റഡ് ആന്നുള്ള ഒരു വ്യക്തിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, If an anointed person has a faith, ഓരോ പട്ടണത്തിലും നിങ്ങളാണ് അധികാരി. when you go into a city, you are the power. അപ്പൊ നിങ്ങൾ പറയാം, ഞാൻ എന്റെ ഭവനത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി ഞാൻ ഉള്ളത് കൊണ്ട് എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. Because I am there, my family will be blessed. ഞാൻ ഉള്ളത് കൊണ്ട് എന്റെ പട്ടണം അനുഗ്രഹിക്കപ്പെടും. Because of me, my city will be blessed. ഞാൻ ഉള്ളത് കൊണ്ട് എന്റെ രാജ്യം അനുഗ്രഹിക്കപ്പെടും. Because of me, my state will be കാര്യം blessed. രക്ഷിക്കപ്പെട്ട വ്യക്തിക്കകത്ത് വലിയൊരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. The person who is saved, there is a power of God in them. പക്ഷെ രക്ഷിക്കപ്പെട്ട വ്യക്തി ആദ്യം വിശ്വസിക്കണം, എന്റെ അകത്താണ് ഈ ശക്തി ഉള്ളത്. The saved person should believe that power is within you. ഞാൻ നിൽക്കുന്നിടത്ത് ഇത് വെളിപ്പെടുക തന്നെ ചെയ്യും. Wherever I am standing, it will be seen. ആമേൻ. നന്ദി കർത്താവേ. ഇന്ന് ആ ശക്തിക്കകത്താണ് നിങ്ങൾ ഞാനുമായിരിക്കുന്നത്. So today you are within that power. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. Let's pray. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോ ഇന്ന് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ കർത്താവ് ഞങ്ങളുടെ ഉള്ളത്തിലുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലെസ് യു സ്ട്രേ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പോ ആ വാഴ്ചകളെയും അധികാരങ്ങളെയും ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തോട്ട് ഈ വചനം പതിയട്ടെ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ കർത്താവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. റസൂഫി ലീമ റബഖസിൻഡിഫോ റുബ ലാബ റാത്തിമഗില. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ ഉള്ളത്തെ കർത്താവിനോട് പറയുന്നു, ഒരു മുരളി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. മുരളി, അവിടെ ഞാനൊരു പെൺ തലമുറയെ കണ്ടുകൊണ്ടിരിക്കുക. പെൺ തലമുറ. ഈ മുരളിയുടെ ഭവനം, പെൺ തലമുറയുള്ള മുരളിയുടെ ഭവനം ഏതാണോ കർത്താവ് ആ ഭവനത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയെ അയക്കുവാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് പറഞ്ഞു. ഒരു മിനിറ്റ്. അച്ഛന്റെ അനിയനാണ് മുരളി. ഒരു മകളുണ്ട്. അച്ഛന്റെ അനിയനല്ലേ? നിന്റെ ഉള്ളത്തിൽ മുരളി ലൈഫ് വല്ലാത്തൊരു സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന
മകൾക്ക് 2 കുട്ടികളുണ്ട്, ഒരാണും ഒരു പെണ്ണും. ഓക്കെ, യേശുവിന്റെ നാമത്തിൽ. ഈ മോള് മൂത്തയാളാണോ? ആ, മൂത്തയാളാ ബ്രദറെ. മൂത്തയാളാ. ഇന്ന് ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവർക്ക് വേണ്ടി അവിടെ പറയണം, യേശു നിങ്ങളുടെ ഭവനത്തെ ഇന്ന് ഈ കടന്നു പോകുന്ന അവസ്ഥയ്ക്ക് ഒരു കാരണമുണ്ട്. ഇന്ന് ആ കാരണത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തി ഇത് അവർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. ഇന്ന് തമ്പുരാൻ ഇന്ന് ആ മുരുടെ ഭവനത്തിന്റെ മേൽ തമ്പുരാന്റെ പ്രവൃത്തി അത് വായിക്കാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്, യേശുവേ നന്ദി കർത്താവ്. എല്ലാവരും പ്രാർത്ഥനയോടെ തന്നെ ഇരുന്ന് പരിശുദ്ധാത്മാവി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആരും മൈക്ക് മ്യൂട്ട് മാറ്റല്ലേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പാ പിതാവേ, ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങ് തൊടുന്നല്ലോ, അങ്ങ് സ്പർശിക്കുന്നല്ലോ. ഓരോ വ്യക്തികളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ അവരെ പൊതിഞ്ഞു പ്രാർത്ഥിക്കുന്നപ്പോൾ രോഗത്തിനോ ശാപത്തിനോ കഷ്ടതയ്ക്കോ ദുരിതത്തിനോ അവരെ തൊടാൻ കഴിയാതെ വണ്ണം എൻ്റെ അങ്ങയുടെ ദൂതന്മാര് കാവലാട്ടെ. അവരുടെ ശരീരത്തെ പൊതിഞ്ഞു പ്രാർത്ഥിക്കും. ഒരു വേദനയോ ഒരു രോഗത്തിനോ പ്രവേശിക്കാൻ കഴിയാതെ വണ്ണം തമ്പുരാന്റെ കൃപയിൽ പൊതിയുന്നു. Lord Jesus Christ, Lord Jesus Christ, in the name of Jesus Christ. യേശുവേ നന്ദി കർത്താവേ. Thank you Holy Spirit, thank you Holy Spirit, thank you Holy Spirit, thank you Holy Spirit, in the name of Jesus Christ. യേശുവേ നന്ദി കർത്താവേ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. ആലോചന ഇടപെടുന്നവർ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ മതി, സൂമിലാണെങ്കിൽ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തെ കർത്താവ് പറഞ്ഞു, ദിവ്യ എന്ന് പറയുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഇന്ന് ആ ദിവ്യയുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് നിയോഗം തരുക. ഞാൻ ആ ശരീരത്തിന്റെ മേൽ ഒരു ദൈവപ്രവൃത്തി ആ കുടുംബത്തിൽ ഞാൻ കാണുന്ന ഇങ്ങനെ കാഴ്ച, ഈ അരയ്ക്ക് താഴ്പോട്ട്, ശരീരത്തിന്റെ അരയ്ക്ക് ആ താഴെ വശങ്ങളിൽ അങ്ങോട്ട് താഴോട്ട് പലപ്പോഴും അസഹ്യമായ ചില വേദനകൾ പലപ്പോഴും കുടുംബത്തിൽ പല വ്യക്തികളിൽ മാറി മാറി ഉണ്ടാകുന്ന ചില അനുഭവങ്ങളുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രത്യേകിച്ച് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളത് കർത്താവ് നിയോഗം പറയും. ദിവ്യയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ ഇപ്പോൾ തന്നെ യേശുവിന്റെ പറഞ്ഞു. മോളാ ദിവ്യ. മോള് പറഞ്ഞ ആരാ മോള്? ഇന്ന് കേട്ടെ, ഞാൻ ആ ഭവനത്തിന്റെ അകത്ത് ഈ അരയ്ക്ക് താഴ്പോട്ട് കാലിന്റെ ആ ഭാഗങ്ങളിലൊക്കെ ചില സമയത്ത് ഒന്നിലധികം വ്യക്തികൾക്ക് അതുമായി ബന്ധപ്പെട്ട ചില അസ്വസ്ഥതകൾ ഉണ്ടാകും. എന്റെ മോളും ദിവ്യയാണ് ബ്രദറെ. ഈ അസ്വസ്ഥത ഉണ്ടാകുന്നത് ഇനി കേട്ടെ, അതിന്റെ കൂട്ടത്തിൽ ഓഗസ്റ്റ് മാസം ജനിച്ചൊരു വ്യക്തി ആ ഭവനത്തിലുണ്ട്. മരുമോൻ ഓഗസ്റ്റ് മാസമാണ്. മരുമോനാണ് ഇന്നെന്റെ മോളുടെ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ദിവ്യയുടെ ഭർത്താവ് അല്ലേ? ദിവ്യയുടെ ഭർത്താവ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇന്ന് കർത്താവ് ആ വ്യക്തികളെ ചേർത്ത് ആ രോഗബാധ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറി. ഈ ബുദ്ധിമുട്ട് ഒന്നിലധികം വ്യക്തികൾക്കുണ്ടോ? പ്രസാദ് വേറെ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് അതൊരു രോഗമല്ല, ആ രോഗത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തി ഇറങ്ങിപ്പോവുക കേട്ടോ. ഏറ്റെടുത്തു. യേശുവിന്റെ നാമത്തിൽ തകർക്കുവാൻ കയറിക്കൂടിയതിനെ കർത്താവ് എടുത്തു മാറ്റുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവെ അങ്ങയുടെ ശക്തിക്കായി സ്തുതിക്കുന്നപ്പോ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവ്. എല്ലാവരും പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ ഞങ്ങൾ നന്ദി പറയുന്നപ്പോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതിനുള്ളത്തെ കർത്താവ് ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഭവനത്തിൽ ഒരു ഫോട്ടോ കാണുവാണ്. ഞാൻ ആ ഫോട്ടോയിൽ കുറുപ്പ് എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. കുറുപ്പ് എന്ന് പറയുന്ന ഒരു പേര് ഈ ഫോട്ടോയിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഫോട്ടോയെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ, ആളെ കാണാൻ പറ്റുന്നില്ല, എനിക്ക് ആ ശരീരം കാണാൻ പറ്റുന്നില്ല. കുറുപ്പെന്നാണ് ആ ഫോട്ടോയിൽ പറയുന്നത്. അതിൻ്റെ കൂടെ വല്ലോ പേരും ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ കുറുപ്പെന്നാണ് ഞാൻ ആ പേരിൻ്റെ ആളെ കാണുന്നത്. അത് ഏത് വീട്ടിലാണ് ആ ഫോട്ടോ ഇരിക്കുന്നത്, ഏത് ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണോ, ഇപ്പോൾ തന്നെ അത് റിലീസ് ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ആ ഭവനത്തിന്മേൽ ആ ഒരു ബ്രദറെ, ONV കുറുപ്പിന്റെ ഒരു ഫോട്ടോയുണ്ട് മോനെ എഴുതിക്കുന്നതായിട്ട്. മോനെ എഴുതിക്കുന്നതാണ് ഈ ഫോട്ടോ. സിസ്റ്ററുടെ വീട്ടിലായിരിക്കുന്നത് കുറുപ്പെന്നുള്ള അല്ലെ? ഇവിടെ ഷോക്കേസ് ഇരിക്കുക. ചേട്ടനും മോൻ ONV കുറുപ്പിന്റെ മടിയിലിരിക്കുന്നതായിട്ടാ. ഓ സ്വത്രം. ഞാനതാ ഈ കുറുപ്പെന്നുള്ള ആ ഫോട്ടോയാണ് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത്. സിസ്റ്ററുടെ ഭവനത്തിൽ ആ ഫോട്ടോ ഇരിക്കുന്നത് അല്ലേ?
ആണ്. അതിന്റെ കൂടെ ഇരിക്കുന്ന ആരാ? മോന അല്ലേ? മോന മടിയിലിരിക്കുന്നു, ചേട്ടൻ അടുത്തിരിക്കുന്നു. ചേട്ടൻ അടുത്തിരിക്കുന്നത്. ഇൻ ആ ദ നെയിം ഓഫ്, അതാണ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് ആ ശരീരം കാണാൻ പറ്റുന്നില്ല, ഫോട്ടോ മാത്രമേ കാണാൻ പറ്റൂ. അതിന്റെ അർത്ഥം ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സിസ്റ്റർ, ഇന്ന് ആ കുടുംബത്തിന്റെ അകത്ത് ആ സ്ഥലത്തിന്റെ അകത്ത് ഒരു പ്രവൃത്തി വെളിപ്പെടും കേട്ടോ. ഒരു സ്ഥലം ഞാൻ കാണുക, സ്ഥലത്തിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഒരു വാക്തത്വ സ്ഥലം ഞാൻ കാണുക. എന്നുള്ളത് കർത്താവ് പറഞ്ഞു, മേൽത്തരമായ ഒന്നിലേക്ക് ഫലം കായ്ക്കേണ്ടതിന് തമ്പുരാൻ പറിച്ചു നടാൻ വേണ്ടി പോവാ. കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശ്രീയാമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചു. ദൈവത്തിന്റെ അത്ഭുത കരം കർത്താവ് ചെയ്യും. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ലോർഡ് ജീസസ് ഫറസൂഷലമാറ റെയ്തഹസൂഫില മറോഫിയ സെയ്തഹസ്ബാറ. ഞാനൊരു പേഴ്സ് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഇങ്ങനെ കാണിക്കുക. ഞാൻ ആ പേഴ്സിൻ്റെ അകത്ത് 16 വയസ്സുള്ള ഒരു തലമുറയുടെ ഫോട്ടോ ഞാൻ കാണുക. 16 വയസ്സിലെടുത്ത ഒരു ഫോട്ടോ, 16 വയസ്സിലെടുത്തൊരു ഫോട്ടോയാണ് ആ പേഴ്സിൽ ഇരിക്കുന്നത്. ആ പേഴ്സിൻ്റെ അകത്ത് ഈ ഫോട്ടോ ഇരിക്കുന്നു. അതിൻ്റെ അകത്ത് തന്നെ ഈ പൈപ്പിൻ്റെതായിട്ടെന്തോ ബന്ധപ്പെട്ട എന്തോ ഒരു ബില്ല്, നമ്മൾ പൈപ്പും ഹോസും ഒക്കെ ഇല്ലേ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ബില്ല് ഞാൻ അതിൻ്റെ അകത്ത് കാണുക, ഈ പേഴ്സിൻ്റെ അകത്ത്. ജീസസ് ക്രൈസ്റ്റ്. അത് ആരുടെ പേഴ്സാണോ ഇരിക്കുന്നത്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിങ്ങനെ എടുത്ത് ഞാൻ കാണുക. അതായത് ഒരു അടയാളമായിട്ട് കാണുന്നത് ആ പേഴ്സോ ആ ബില്ലോ പ്രശ്നക്കാരനല്ല, ആ വ്യക്തിയുടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുവാണ്. അത് ആരുടെ പേഴ്സാണോ ഇപ്പം തുറന്ന് അത് നോക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി, പ്രത്യേകിച്ച് ആ കുടുംബത്തിന് വേണ്ടി, ആ തലമുറയ്ക്ക് വേണ്ടി പറഞ്ഞു സ്തോത്രം ബ്രദറെ, പറഞ്ഞു സ്തോത്രം ബ്രദറെ, സ്തോത്രം ബ്രദറെ. പറയാൻ വേണ്ടിയാണോ ബ്രദറെ? അതെ ബ്രദറെ, പറയാൻ എന്റെ 2 കാലും പാദഭാഗം മരച്ചിരിക്കുകയാണ്. നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം കൈവച്ചു. രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം, വേദനകളാൽ ഭാരപ്പെടുന്നവര്, അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്നവരെല്ലാം കൈവച്ചു. എല്ലാരും കൈവച്ചു. യേശുവേ, അങ്ങ് പ്രിയമക്കളുടെ രോഗം വഹിച്ചതാണപ്പ. ഞങ്ങളുടെ വേദനകളെ യേശു ചുമന്നതാണപ്പ. ഞങ്ങൾ രോഗിയാകത്തില്ല. ഞങ്ങൾ വേദന അനുഭവിക്കേണ്ടവരല്ല. ഞങ്ങൾ രോഗം അനുഭവിക്കേണ്ടവരല്ല. ഞങ്ങൾ രോഗം ചുമക്കേണ്ടവരല്ല. ഞങ്ങൾ ക്രിസ്തുവിനെ വഹിക്കുന്നവരാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നു, ആ വേദനയോടും രോഗത്തോടും എന്നെല്ലാവരും കൈവച്ച്, കൈ അവിടെ വെച്ച് വേദനയുള്ളവര്, ആ രോഗമുള്ളവര്, അസ്വസ്ഥതയുള്ളവര്, എന്താണോ ബുദ്ധിമുട്ടുള്ളത് ഇപ്പോൾ തന്നെ കൈവച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആ രോഗം ഞങ്ങൾക്കുള്ളതല്ല, വേദന യേശു വഹിച്ചതാണ്. ഞങ്ങൾ ചുമക്കത്തില്ല, വേദന ഞങ്ങൾ ചുമക്കത്തില്ല, രോഗം ഞങ്ങൾ ചുമക്കത്തില്ല. ഞങ്ങൾ യേശുവിന്റെ മക്കളാണ്, ദൈവത്തിന്റെ മക്കളാണ്. സൗഖ്യവും ആരോഗ്യവും ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങൾ കർത്താവിന്റെ തുള്ളിയും ചാടിയും ആരാധിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷികളാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ആ ബലം ആ കൈകാലുകളുടെ മേൽ, ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ മേൽ, ആ തേഞ്ഞു തീർന്ന തേയ്മാനമുള്ള അസ്ഥികളുടെ മേൽ, ആ രോഗബന്ധനങ്ങളുടെ മേൽ, രോഗശക്തികളുടെ മേൽ ദൈവശക്തിയുടെ വ്യാപാരത്തെ അയക്കുന്നപ്പോ ഹീലിംഗ് പവർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ലോർഡ് ജീസസ്, കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഒന്ന് വേഗത്തിൽ ചെക്ക് ചെയ്തേ. വേദനയുള്ളവര്, പ്രാർത്ഥിച്ചവര്, ഇപ്പം ആ രോഗത്തിന് വേണ്ടി ഏറ്റെടുത്തവര് ഒന്ന് വേഗത്തിൽ ചെക്ക് ചെയ്ത് നിങ്ങളുടെ ആ കൈയോ കാലോ ചലിപ്പിച്ച്, കൈയും കാലും ഒക്കെ ചലിപ്പിച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഒന്ന് വേഗത്തിൽ ചെക്ക് ചെയ്ത്, കാല സൂറമ കസിയാന്തിരി വേഗത്തിൽ ചെക്ക് ചെയ്ത് ഇൻ ദ നെയിം ഓഫ് ജീസസ്. രോഗത്തോട് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. വേദനയോട് ഒരു കോംപ്രമൈസും ഇല്ല. യേശു രോഗം വഹിച്ചതാ. കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി വില കൊടുത്തതാ. പീഡിച്ചെടുത്തോണം യേശുവിനെ. ഒന്ന് ചെക്ക് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ ഇതിന്റെ അകത്ത്? ബ്രദറെ ചലിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ബ്രദറെ കാല് ചലിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് മരച്ചിരിക്കുകയാണ്. കാല്
ചെരുപ്പിടാനും ചെരുപ്പ് ഊരി പോകുന്നൊന്നും അറിയത്തില്ല, കാലിൽ അങ്ങനത്തെ അവസ്ഥയിലിരിക്കുകയാണ്. നടക്കും ബ്രദറെ, യേശുവിന്റെ നാമത്തിൽ പറഞ്ഞാൽ എനിക്ക് നടക്കാൻ നടന്നേ പറ്റുന്നുണ്ട്, പറ്റത്തുള്ളൂ. പക്ഷെ നടക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ സാധാരണ ഒരു വ്യക്തി നടക്കുന്ന പോലെ എനിക്ക് നടക്കാൻ പറ്റത്തില്ല. നടക്കും. എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ ഇരിക്കുന്നിടത്ത് കൈ കിട്ടി എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ. ഇനി മുതലേ പറഞ്ഞോണം, ഞാൻ യേശു എന്റെ രോഗത്തെ വഹിച്ചതാണ്, രോഗം ഞാൻ ചുമക്കത്തില്ല, വേദന ഞാൻ ചുമക്കത്തില്ല, ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ സഹായമില്ലാതെ ഞാൻ നടക്കും തന്നെ പറഞ്ഞോണം കേട്ടോ. ആമേൻ. God bless you, God bless you, God bless you. താങ്ക് യു ബ്രദർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ പ്രാർത്ഥിച്ചവര്? എന്റെ ജീവിത പങ്കാളിയുണ്ട് ബ്രദറെ. എന്റെ ജീവിത പങ്കാളിക്ക് ശരീരം മൊത്തം വേദനയാണ്, വിരലൊന്നും മടങ്ങുന്നില്ല, തലവേദനയാണ്, പിന്നെ ഈ കഴുത്തിന് പുറകുവശത്തായിട്ട് പെടലിയുടെ ഭാഗത്തായിട്ട് വേദനയാണ്. ഇന്നും ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നതാണ്. കൈവച്ച് ബ്രദറെ പറഞ്ഞോണം, സഹോദരൻ പറയാൻ പറയണം, യേശു എന്റെ രോഗത്തെ വേദന വഹിച്ചതാണ്, കർത്താവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കും തന്നെ പറഞ്ഞോണം. സൗഖ്യം നമ്മുടെ അവകാശമാണ്, വേദനയല്ല, രോഗമല്ല, അത്ഭുതമാണ് എന്റെ അവകാശം. മാറി മാറി പറഞ്ഞോണം, സൗഖ്യം കാണുന്നത് വരെ പറഞ്ഞോണം കേട്ടോ. ലോർഡ് ജീസസ്, നന്ദി കർത്താവ്. മറ്റാരെങ്കിലും ഉണ്ടോ? ആ, എന്റെ മോനും കാലിനും കൈക്കും എല്ലാം ഈ മരവിപ്പുണ്ട് ബ്രദറെ. ഇനി ഞാൻ ജോലി സ്ഥലത്താ. പ്രാർത്ഥിക്കത്തില്ല, കൈവച്ച് കൽപ്പിച്ചോണം, കൈവച്ച് കൽപ്പിച്ചോണം, കൈവച്ച് കൽപ്പിച്ചോണം. മോൻ വരുമ്പോൾ പറയണം, കർത്താവ് നിന്റെ രോഗത്തെ വഹിച്ചതാണ്, കർത്താവ് നിന്റെ വേദന വഹിച്ചതാണ്, അതുകൊണ്ട് ഈ രോഗിയല്ല, യേശുവിന്റെ നാമത്തിൽ തിരുമുറിവിനാൽ ആരോഗ്യം വന്നിരിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. ഈ സമയത്ത് പ്രാർത്ഥന കൈക്കൊണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തേ. ആ, പറഞ്ഞു. 16 വയസ്സിലെ ഫോട്ടോ ഒരു അച്ഛന്റെ ഫേസിൽ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ പൈപ്പിന്റെ ആ ഒരു കടയുടെ അതും വിസിറ്റിംഗ് കാർഡും ഇരിപ്പുണ്ട്. 21 വയസ്സുണ്ട്, 16 വയസ്സിലെ ഫോട്ടോ ആയിരിക്കുന്നത്. ഓ സ്വതന്ത്രം, നിങ്ങളുടെ പേഴ്സിൽ അതിരിക്കുന്ന അല്ലേ? ഹസ്ബൻഡിന്റെ പേഴ്സിലാണോ? ഹസ്ബൻഡിന്റെ പേഴ്സിൽ 16 വയസ്സിലെ ഫോട്ടോ ഇരിപ്പുണ്ട്, ഈ പൈപ്പിന്റെ ഒക്കെ സാധനം മേടിച്ചതിന്റെ ആ കാർഡും ഇരിപ്പുണ്ട് അല്ലേ? അതെ അതെ അതെ. മോക്കിപ്പോ 21 വയസ്സുണ്ട്. 21 വയസ്സുണ്ട്. ഫോട്ടോ ആയിരിക്കും. ഇപ്പൊ മോക്ക് 21 വയസ്സുണ്ട്, 16ാമത്തെ വയസ്സിലെ ഫോട്ടോ ഞാൻ കാണുന്നത്. അതാ ഇരിക്കുന്ന പേഴ്സിന്റെ അകത്ത്. ഏറ്റെടുത്തു ദുഷ്ട മകളെ കർത്താവ് തൊടുവാകട്ടോ, അവളുടെ ഭാവിയുടെ വാതിലിനെ ദൈവം തുറക്കുമോ എന്ന്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥന. ഈ സമയത്ത് ആരും മ്യൂട്ട് മാറ്റില്ലേ. ആലോചന ഇടപെടുന്നവർ മാത്രമേ മ്യൂട്ട് മാറ്റുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ദൈവിക ആലോചന കേൾക്കാൻ പറ്റും. അല്ല എങ്കിൽ നമുക്കിത് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. വേഗത്തിൽ മീറ്റിംഗ് നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. വളരെ നിങ്ങൾ ആ സ്ക്രീനെ നോക്കിക്കുക. സ്ക്രീനെ നോക്കുമ്പോൾ മൈക്കിന്റെ അവിടെ ഇൻഡു ചിഹ്നമാക്കി വെക്കുക. അതെപ്പോഴും ചിലപ്പോൾ ഇവിടുന്ന് ഓൾ മ്യൂട്ട് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറും. പക്ഷെ നിങ്ങളത് മ്യൂട്ട് ചെയ്ത് വിടുക. ഓ ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവി, നന്ദി കർത്താവ്. എല്ലാവരും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവെ അങ്ങ് തൊടുന്നല്ലോ അപ്പ. അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ, അസാധാരണമായ ദൈവശക്തി, പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ ദൈവശക്തി. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നപ്പ Lord Jesus Christ, Roba Rika Lamafa Rasveti Firia La Susala Biriga Ratushvara Kelafina Sinadiri. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഈ ഒട്ടകം ഉണ്ടല്ലോ, നമ്മുടെ ഒട്ടകം, ഈ ഒട്ടകത്തിന്റെ ഒരു രൂപം ഞാൻ ഇങ്ങനെ ഒരു ഭവനത്തിൽ കാണുക. ഒട്ടകത്തിന്റെ ഒട്ടകം നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. ഈ ഒട്ടകത്തിന്റെ ഒരു രൂപം ഞാനൊരു വീട്ടിൽ കാണുക. അതിങ്ങനെ ഒരു മിനിയേച്ചർ പോലെയോ ഇങ്ങനെ ഒട്ടകത്തിന്റെ രൂപം ഞാൻ കാണുക. എവിടുന്നോ നിങ്ങൾ മേടിച്ചതോ ഗിഫ്റ്റ് കിട്ടിയ എന്തോ സംഭവമാണിത്. ആ ഭവനത്തിൽ സാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരും കൂടെ എനിക്ക് വെളിപ്പെടുക. ഈ സാധനം ആ ഭവനത്തിന്റെ അകത്ത് ഇരിക്കുന്നുകൊണ്ട് അതോടൊപ്പം തന്നെ സാജൻ എന്ന് പറയുന്ന ഒരു പേരും കൂടെ കാണിച്ചുകൊണ്ടിരിക്കുക. അത് ആരുമായി ബന്ധപ്പെട്ടതാണോ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണേ. ഇതൊരു അടയാളമായിട്ട് കാണിക്കുന്നു. ആരുടെ ഭവനത്തിലാണോ അതിരിക്കുന്നത്. ഇൻ ദ നെയിം പറഞ്ഞു. അത് ഒട്ടകത്തിന്റെ ഒരു രൂപം മോൻ ദുബൈയിൽ നിന്ന് കൊണ്ടുവന്നത് വെച്ചിട്ടുണ്ട്, ചെറിയൊരെണ്ണം. സാജൻ എന്ന് പറയുന്നത് അപ്പാടെ പെങ്ങടെ മോനാണ്, കോട്ടയത്താണ്. സാജൻ പെങ്ങടെ മോൻ അല്ലെ? ഈ സാധനം ഇരിക്കുന്ന സിസ്റ്ററുടെ വീട്ടിലാ, ഒട്ടകത്തിന്റെ.
ലോർഡ് മോൻ ജീസസ്. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നേ. ഇന്ന് ആ കുടുംബവുമായിട്ട് പ്രാർത്ഥിച്ചോണേ. ഈ സാജൻ എന്നുള്ളത് ഹസ്ബൻഡിന്റെ ആരാ? ഹസ്ബൻഡിന്റെ അല്ല, എന്റെ പപ്പാടെ പെങ്ങടെ മോനാണ്. ഹസ്ബൻഡ് സിസ്റ്ററുടെ പെങ്ങടെ മോൻ അല്ലേ? ആ എന്റെ കുടുംബ പപ്പാടെ പെങ്ങടെ. ആ കുടുംബക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ദൈവം ചില കാര്യങ്ങളെ നിങ്ങളുമായി ബന്ധപ്പെടുത്തി ചെയ്യാൻ വേണ്ടി പോവാം. ആമേൻ. ചില സ്തോത്രം. തടസ്സങ്ങൾ ഇന്ന് നീങ്ങും. ചില അത്ഭുതങ്ങൾ കർത്താവിനാൽ തുറക്കപ്പെടാൻ വേണ്ടി പോവാം. ആമേൻ ലോർഡ് ആമേൻ. ജീസസ് ക്രൈസ്റ്റ്. നന്ദി കർത്താവ്. ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവേ ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പ എൻ്റെ ഉള്ളത്തിൽ കട്ട് ചെയ്തോ സിസ്റ്ററെ. എൻ്റെ ഉള്ളത്തിൽ ജിജി എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കേൾക്കുക. ജിജി. ഞാൻ ഈ ജിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം മാർച്ച് എന്ന് പറയുന്ന ഒരു മാസം കണ്ടുകൊണ്ടിരിക്കുക. ജിജി. ഈ ജിജിയുമായി ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ മാർച്ചുമായിട്ട് എന്താ കണക്ഷൻ, മാർച്ച് മാസവുമായിട്ട് എന്താണോ കണക്ഷൻ, അതാരാണോ ജിജി. എന്റെ മോന്റെ പേര് ജിജിൻ എന്നാണ്. പക്ഷെ എല്ലാരും ജിജി ജിജി എന്നാണ് വിളിക്കുന്നത്. മാർച്ചിൽ എന്റെ മോള് മാർച്ച് 24 എന്റെ മോളാണ് ജനിച്ചത്. മോള് ജനിച്ചതാ മാർച്ചില്. 24 എന്റെ പേര് ഹലോ ജിജി എന്നാണ് ബ്രദറെ. എന്റെ ഡേറ്റ് ഓഫ് ബർത്തും മാർച്ചില്. സിസ്റ്ററുടെ പേര് ജിജി എന്നാണ്. സിസ്റ്ററുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാർച്ച് ആണ്. അതെ. ഓക്കെ, ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്തേ. എന്റെ മകള് ജിജിയാണ്. ജിജി മാർച്ച് 23 ഇപ്പൊ രണ്ടുപേര്, ഇപ്പൊ ജിജി എന്നുള്ള പേര് ഒരാളിപ്പോ വന്നു, മാർച്ച് മാസം ജനിച്ചതാണ്. രണ്ടാമത്തെ ആള് ജിജി മോൾ അല്ലേ? എന്റെ ജിജി ജിജി എന്നാണ് വിളിക്കുന്നത്. ജിജി വിളിപ്പേരല്ല, മാർച്ച് 23 അല്ല, വിളിപ്പേരല്ല, ഒഫീഷ്യൽ പേരാ. ഒഫീഷ്യൽ ജിജിൻ. ജിജി. ജിജിൻ അല്ല, ജിജിൻ. ജിജി, സോറി എന്നോട് കൺഫ്യൂഷൻ. ജിജി. ജിജി എന്നുള്ള പേരാണ്. ജിജി മാർച്ച് മാസവുമായിട്ട് ബന്ധപ്പെട്ടതാരാ ഇപ്പൊ വന്നേ? ഞാൻ സിസ്റ്റർ. ജിജിൻ അല്ല, ജിജി ആണേ. മാർച്ച് മാസത്തിൽ ജനിച്ച സിസ്റ്റർ അല്ലേ? കർത്താവ് ഇന്ന് ദൈവമെ സ്പർശിക്കാൻ വേണ്ടി പോകട്ടോ. യേശുവെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോ പരിശുദ്ധാത്മാവേ, 7 വർഷമായിട്ട് മറുപടി കിട്ടാത്തൊരു വിഷയം കർത്താവ് ഇന്ന് അതിനെ തുറക്കുക. ദൈവം അത്ഭുതങ്ങൾക്ക് വേണ്ടി തുറക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ലോർഡ് ജീസസ്. എന്നുള്ളത് കർത്താവ് ഒരു വാക്കിന് കാണിക്കുക. ഈ കാരാഗ്രഹം പോലെ നിൽക്കുന്ന ഒരു വിഷയം ഇന്ന് അതിന്റെ പൂട്ട് പൊട്ടിച്ച് കർത്താവ് പുറത്തെടുക്കാൻ വേണ്ടി പോവാ. എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയുന്നത് തോമസ് എന്നുള്ളൊരു പേര് ഞാൻ കേട്ടോണ്ടിരിക്കുക. തോമസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവിന്റെ നാമത്തിൽ തോമസിനെ ദൈവം അയക്കാൻ വേണ്ടി പോവാ. സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? തോമസിനെ ദൈവം ഒരു സാക്ഷ്യമാക്കി അയക്കാൻ വേണ്ടി പോവാ. പേര് കുറിച്ച് വെച്ചോണേ. ഇപ്പൊ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ നിങ്ങൾക്ക് ഭവനത്തിൽ? ഇല്ലെങ്കിൽ ആ പേരിന് കുറിച്ച് വെക്കണേ. ആ പേരിന് കുറിച്ച് വെക്കണേ. കർത്താവ് ഒരു സാക്ഷ്യത്തിന് വേണ്ടി ആ വ്യക്തിയെ ഒരുക്കുക. ലോർഡ് ജീസസ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ദുഷ്ടന്റെ തീയമ്പുകൾ കെട്ടുപോകും. ഓരോ ശരീരങ്ങളെയും പൊതിഞ്ഞു. അവർ ദേഹി ആത്മാവിനെ പൊതിയുന്നു. ഒരു രോഗത്തിന്, ഒരു കഷ്ടതയ്ക്കോ, ഒരു പ്രതിസന്ധിക്കോ കയറാൻ കഴിയത്തില്ല യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഓസാഫ നാല സീഫ നാദ ബീരി ഹാബ റാബ കെനാഫ റഹസ്ബറ്റല. ഞാനൊരു ഇളം മഞ്ഞ കളറിലെ ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് ഒരു വ്യക്തി ലൈവായിട്ട് ഇന്ന് ഈ പ്രാർത്ഥന കേട്ടോണ്ടിരിക്കുക. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ആ ഭവനത്തിന്റെ അകത്ത് പൊട്ടിയ ഒരു സ്വർണത്തിന്റെ മാല, സ്വർണമാണോ അതപ്പോ സ്വർണം തന്നെ, അത് പൊട്ടിയ ഒരു മാല അവരുടെ അലമാരിയിൽ വെച്ചിട്ടുണ്ട്. ഒരടയാളമായിട്ട് ഞാൻ കാണുക. ഇളം മഞ്ഞ പോലത്തെ ഒരു വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഇത് കേട്ടോണ്ടിരിക്കുവാണ് ആ വ്യക്തി ഒരടയാളമായി കർത്താവ് എന്നെ കാണിക്കുന്നു. ഇന്ന് കർത്താവ് ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ അകത്ത് നഷ്ടങ്ങളെ ലാഭമാക്കാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്. കർത്താവിനുള്ളത്തിൽ പറയുന്നു, കണ്ണുനീരിനൊരു മറുപടി ഉണ്ട് കേട്ടോ. കർത്താവ് ഇന്ന് ആ വിഷയത്തിന്റെ അകത്ത് ഇടപെടാൻ വേണ്ടി പോവാ. ആരാണോ ആ വ്യക്തി യേശുവിന്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നു. ദുഷ്ടന്റെ ആശകൾ നശിക്കും. അവൻ പല്ല് കടിച്ച് ഉരുകും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, നിങ്ങളുടെ നാമത്തിന്റെ ശക്തി വെളിപ്പെടുന്നല്ലോ. മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആമേൻ പറഞ്ഞതിനെ ഏറ്റെടുത്തു. ഭവനത്തിന്റെ അകത്ത് മൈക്ക് മ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. ഇളം മഞ്ഞ മാറ്റിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. സ്വർണം എന്റെ ഇല്ല. അയ്യോ സിസ്റ്റർ, ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, അടയാളം മുഴുവൻ കേൾക്കണേ. ഹലോ ബ്രദർ. പറഞ്ഞോ സിസ്റ്ററെ.
ഞാനൊരു മഞ്ഞ നെറ്റി ആയിട്ടിരിക്കുന്നത്. എനിക്ക് ഉം. പക്ഷെ പൊട്ടിയ മാലയുണ്ട്. അത് ഉം. പക്ഷെ പണയത്തിലാ വെച്ചിരിക്കുന്നത്. പണയത്തിലാണ്, പക്ഷെ പൊട്ടിയ മാലയുണ്ട്. ഉണ്ട്. ഇന്ന് ഏറ്റെടുത്ത നഷ്ടങ്ങളെല്ലാം കർത്താവ് ലാഭമാക്കാൻ വേണ്ടി കേട്ടോ. ആമേൻ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കും. ഇതൊരു അടയാളമായിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ഈ ഓരോ വ്യക്തികളെയും വ്യക്തമായി നിങ്ങളോടാണ്. ഇപ്പൊ എന്നോട് പറയുകയാണ്. ഇപ്പൊ എന്റെ പേര് നിഖിൽ, നിങ്ങൾക്ക് അറിയാലോ, നിഖിൽ ബ്രദർ എന്നറിയാം. ഇപ്പൊ ഞാൻ എന്റെ കാര്യത്തിൽ 10 പേർക്ക് വ്യത്യസ്തമായ എന്തെങ്കിലും എൻ്റെ കൈ കാണും. അപ്പൊ ആ കാര്യത്തെയാണ് പലപ്പോഴും കർത്താവ്. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞ വസ്ത്രം മാത്രം പോരാ, ആ മുഴുവൻ അടയാളവും അവിടെ വെളിപ്പെടണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പൊട്ടിയ മാല കാണിക്കുന്നു. അതേപോലെ വ്യക്തിയുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഇങ്ങനെ വന്ന് തുടരെ ഉണ്ടായ അനുഭവങ്ങൾ, ദൈവം അതെല്ലാം പണിതെടുക്കാൻ വേണ്ടി പോവാ. പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാനാണ് യേശു വന്നിരിക്കുന്നത്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നപ്പം ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാനൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. കർത്താവ് എന്നെ ഒരു വ്യക്തി ബ്രദർ, ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രവും മഞ്ഞയും അതില് കറുപ്പ് അതുണ്ട് ഡിസൈൻ. എന്റെ അലമാരയിലുണ്ട് പൊട്ടിയ മാല. സിസ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ, ആ ഇളം മഞ്ഞ കളറിലെ വസ്ത്രമാണ് ഞാൻ കാണുന്നത്. അപ്പൊ എന്തേലും എൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ, ഡിസൈനും കൂടെ ഉണ്ടെങ്കിൽ ഞാനതെല്ലാം എടുത്ത് പറയും. ആ ഒരു ഇളം മഞ്ഞ കളർ ഡ്രസ്സിന് എടുത്ത് പറഞ്ഞായിരുന്നേ കേട്ടോ. ലോർഡ് ജീസസ് കർത്താവെ, ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഞാനൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഈ വ്യക്തി പുറത്ത് നിന്നുകൊണ്ട് ബിന്ദു എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് സംസാരിച്ചിട്ട് വീടിന്റെ അകത്തോട്ട് കയറി വന്ന്, ബിന്ദുവിനോട് സംസാരിച്ചതിന് ശേഷം വീടിന്റെ അകത്തോട്ട് കയറി വന്ന് അകത്തോട്ട് കയറി വലതുവശത്തോട്ടാണ് അടുക്കള. ആദ്യം നേരെ പോയി മുറിയിൽ പോയി, അതിനുശേഷം പുറത്ത് മൊബൈൽ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം, മൊബൈലാണോ മറ്റെന്തോ ഒരു സാധനം കൈ എടുത്തു വന്നതിന് ശേഷം റൈറ്റിലോട്ടുള്ള കിച്ചണിലോട്ട് ഈ വ്യക്തി പോയി. അവിടെ ഇരുന്നു കൊണ്ട് കുറച്ചു നേരം നിങ്ങൾ അവിടെ ഇരുന്നതിന് ശേഷം മറ്റൊരാളെ ഫോൺ ചെയ്യുന്നു. ആരാ വ്യക്തി? ഇതെപ്പോഴാണ് സംഭവിച്ചത്? ഏത് വ്യക്തിയുമായിട്ടാണോ ഇപ്പൊ നടന്ന ഈ വിഷയം? ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവ് ഇന്ന് കണ്ടു. അതിന്റെ തെളിവായിട്ട് എന്നോട് പറയാൻ പറയുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആരാണോ ആ കമ്മ്യൂണിക്കേഷൻ നടന്നത്, ഏത് വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണോ, ഇപ്പോൾ തന്നെ കർത്താവിനോട് പറയുന്നു, നിങ്ങളുടെ ഈ ദിവസങ്ങളിൽ കടന്നുപോയ ഭാരം എന്നുള്ളത്തിൽ കർത്താവ് പറയുന്നു. പറഞ്ഞു ബ്രദറെ, ഞാൻ ഇന്ന് എന്റെ കൂട്ടുകാരി ബിന്ദുവിനോട് സംസാരിച്ച് എന്റെ അടുക്കള റൈറ്റ് സൈഡിലായിട്ടാണ്. ഞാൻ അടുക്കളയിലോട്ട് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വേറൊരു കൂട്ടുകാരിയോട് സംസാരിച്ചായിരുന്നു. സിസ്റ്റർക്കാണോ ഈ പറഞ്ഞ അടയാളം? അതെ ബ്രദറെ, ഞാൻ ഞായറാഴ്ച ഇന്നലെ ബിന്ദുവിനോട് സംസാരിച്ചു അടുക്കളയിൽ നിന്ന്. പിന്നെ എന്റെ മുറിയിൽ പോയിരുന്നു. അടുക്കളയിൽ നിന്ന് സംസാരിച്ചപ്പോൾ ബിന്ദുവിന് കേൾക്കുകയില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മുറിയിൽ പോയിരുന്നു സംസാരിച്ചു. തിരിച്ച് ഞാൻ അടുക്കളയിൽ വീണ്ടും വന്നിട്ട് പിന്നെയും മുറിയിൽ പോയിരുന്നു സംസാരിച്ചു. ബിന്ദുവിന്റെ അനിയത്തിക്ക് ക്യാൻസർ ആയിട്ട് ഒരു നിമിഷം സിസ്റ്ററെ, ഞാൻ ശരിക്കും ഒന്നുകൂടെ കേട്ടോണേ. ബിന്ദുവിനോട് വെളിയിൽ നിന്ന് സംസാരിച്ചതിന് ശേഷം അകത്ത് വന്ന് മുറിയിൽ പോയി, പിന്നെ കിച്ചണിലോട്ട് പോയി, അവിടെ ഇരുന്നതിന് ശേഷം ഫോൺ എടുത്ത് സംസാരിച്ചു. ഇതാണോ സംഭവിച്ചത്? ആരൊക്കെ ഇപ്പൊ വന്നേക്കുന്നത് പറയാൻ വേണ്ടി? ഞാനുണ്ട്. ഞാൻ സംസാരിച്ചായിരുന്നു. ഞാൻ കേട്ട് നിങ്ങൾ കേട്ട് ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ച്. ഈ ബിന്ദു എന്ന് പറയുന്നത് ഫോണിലല്ല, വീടിന്റെ വെളിയിൽ ഈ വ്യക്തിയോട് സംസാരിച്ച് അകത്ത് വന്ന് ഇപ്പൊ നടന്നതുപോലെ കിച്ചണിലോട്ട് പോയ ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ വെളിയിൽ നിന്ന് ബിന്ദുവിനോട് സംസാരിച്ചിട്ടില്ല. ഞാനും അങ്ങനെയാണ് ബ്രദറെ. ഞാൻ ഇന്നലെയാണ് ബിന്ദുവിനോട് സംസാരിച്ചത്. നേരെ കിച്ചണിൽ വന്നു. നേരിൽ സംസാരിച്ച ആരാ? ഇപ്പൊ നേരില് ബിന്ദുവായിട്ട് സംസാരിച്ചത് ആരാ? ഞാനുണ്ട് ബ്രദറെ. സിസ്റ്റർ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ബാക്കി എല്ലാരും ഫോണിൽ സംസാരിച്ചവരാ. ഇനി കേട്ടെ, ബിന്ദുവിനോട് സംസാരിച്ച് അകത്ത് വന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം ഞാൻ റിപ്പീറ്റ് പിന്നെയും ചെയ്യാത്തത് മനസ്സിലായതുകൊണ്ടാണ്. ബാക്കി നിങ്ങൾക്ക് ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ മതിയല്ലോ. ബിന്ദുവിനോട് നേരിട്ട് സംസാരിച്ച് അകത്തോട്ട് കയറി വന്നയാള്, ഇനി കേട്ടോണേ,
കേൾക്കാൻ ആ പറ്റുന്നുണ്ടോ? ബ്രദറെ ആ ആ ബ്രദറെ ഈ കയറി വരുന്ന ഹോളിൽ തന്നെ കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കി എല്ലാവരും മയക്കി മ്യൂട്ട് ചെയ്തേ. കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോ ഞാനൊരു ഭവനത്തിൽ കാണുന്നുണ്ട്. ആ വ്യക്തിയുടെ മയക്കി മ്യൂട്ട് ചെയ്യാവോ? ആ വ്യക്തിയുടെ ഭവനം ഏതാണോ ആ വ്യക്തിയുടെ ഭവനം ഏതാണോ ആ വ്യക്തി ഏറ്റെടുത്താട്ടെ. കർത്താവിന്റെ പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ബാക്കി എല്ലാവരും ഒന്ന് മയക്കി മ്യൂട്ട് ചെയ്ത്, എനിക്ക് എല്ലാവരുടെയും പേര് പറയാൻ പറ്റുന്നില്ല. എല്ലാവരും ഒരുപോലെ മയക്കി മ്യൂട്ട് മാറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിച്ച് ആലോചന ഇടപെടുന്നവർ മാത്രം മ്യൂട്ട് മാറ്റുക കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നുള്ളത്തിൽ പറയുന്നു, ഈ ബിനോയിയുടെ ഭവനത്തിന്റെ അകത്ത് കർത്താവിന്റെ പ്രവൃത്തി ദൈവം ചെയ്യാൻ വേണ്ടി പോവാ. ബിനോയ്, ഈ ബിനോയുമായി ബന്ധപ്പെട്ട് കവിത എന്ന് പറയുന്ന ഒരു പേരും കൂടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അത് ആരുമായി ബന്ധപ്പെട്ടതാണോ ഈ ബിനോയ്, കവിത എന്ന കുടുംബത്തിൽ ഈ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അതിനുള്ളൊരു നിയോഗം തരുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആരൊക്കെയാണോ ഏറ്റെടുത്തോണെ. കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ വേണ്ടി പോവാ. പറയാൻ എന്തോ അനിയത്തിന്റെ മോനാണ് ബിനോയ്. ബിനോയുടെ അനിയന്റെ ഭാര്യയാണ് കവിത. ഏറ്റെടുത്തോ കേട്ടോ. കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാ. എന്നാൽ കുടുംബത്തിന്റെ അകത്ത് ചില കലഹങ്ങളെ വിട്ടുമാറി സമാധാനം ഉണ്ടാകാൻ വേണ്ടി പോവാ. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഞങ്ങൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒന്നും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു ഇച്ചിരി എനിക്കറിയത്തില്ല പാസ്പോർട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല. ഈ സാധാരണ നമ്മൾ അലമാരിക്കകത്ത് സേഫ് ആയിട്ടാണ് ഈ പാസ്പോർട്ട് വെക്കുന്നത്. പക്ഷെ ആ മുറിക്കകത്ത് ഞാൻ മേശപ്പുറത്ത് ഈ പാസ്പോർട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതായിട്ട് ഞാൻ കാണുക. മേശപ്പുറത്ത്, മുറിയിൽ മേശപ്പുറത്ത് പാസ്പോർട്ട് വെച്ചിരിക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുക. അത് ഏത് വീട്ടിൽ, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ മേശപ്പുറത്ത്, സാധാരണ ഒരു സേഫ് ആയിട്ടാണ് വെക്കുന്നത്, പക്ഷെ ആ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഏത് ഭവനത്തിലാണോ ഇന്ന് ആ പാസ്പോർട്ട് ഒന്ന് എടുക്കാൻ പറ്റുമോ, എടുത്ത് വെക്കാൻ പറ്റുമോ എന്ന് കർത്താവിന്റെ നാമത്തിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഭവനത്തിന്റെ അകത്തൊരു യാത്ര ദൈവം ഒരുക്കാൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ്. അതെന്റെ വീട്ടിലാണ്. അതിന്റെ എക്സ്ട്രാ മേശപ്പുറത്ത് വെച്ചേക്കുന്നേ. അതെ, ഇന്നലെ മോളെ ഇന്ത്യക്ക് പോകാനായിട്ട് വിസ എടുക്കാനും വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ്. എന്നത്തേക്കാ പോകാൻ വേണ്ടി ഇരിക്കുന്നത്? സെപ്റ്റംബറിലേക്ക് അല്ലേ? ഞാനത് സാധാരണ നമ്മൾ അലമാരിക്കകത്താണ് പാസ്പോർട്ട് വെക്കുന്നത്. പക്ഷെ ഞാൻ ആ വീടിന്റെ അകം ഞാൻ കാണുമ്പം ഇതിങ്ങനെ മേശപ്പുറത്ത് വെച്ചിരിക്കുക. അത് കൈയെടുത്ത് വെച്ച് ദുഷ്ടൻ ആ യാത്രയെ മുടക്കുവാൻ നോക്കുന്ന സകല മണ്ഡലങ്ങളെ ഇപ്പൊ വെട്ടിമാറ്റുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സിസ്റ്റർ ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അപ്പ ആ യാത്ര പൂർത്തീകരിക്കത്തില്ലെന്ന് ദുഷ്ടപിശാചേ, നീ വാദിക്കുമ്പോൾ നിന്റെ സകല പ്രവൃത്തികളെ ഞങ്ങൾ ആത്മാവിൽ വെട്ടിവിടുന്നു. നന്മ കൊയ്യട്ടെ, നന്മ കൊയ്യട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അത് സേഫായിട്ട് എടുത്തു വെക്കുക കേട്ടോ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവേ നന്ദി പറയുന്ന റബാസ്കേലിയ റംസ്കേരിയ ഷബലഹഡദഹസ്പിറ്റേവിയ ഫലൈഫിയ ടെമിയ റമി എല്ലാവരും പ്രാർത്ഥിച്ച് ഉസ്സറ്റമന ഹഡദിസ്പിറ്റേവിയ ലസ്പ്രേരിയ ഷബൽ ഖാഫ്രാസി ടോഫീര ബാൽബ റാമ സൈഡഹോറ മഹസിയാന്തരി ഗസ്മനാലഗസ്പിരിയാന്തരി. ഈ വീടിന്റെ ഇടതുവശത്തായിട്ട് ഉസ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി താമസിക്കുന്ന കുടുംബം ഏതാ? വീടിന്റെ വലതുവശത്താണ് ഞാൻ കാണുന്നത്. ഉസ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനവുമായിട്ട് ആ ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. ഇടതുവശമാണ്. അത് ഏത് വീടിന്റെ അതിരയിലാണോ അല്ലെങ്കിൽ ആ ഏത് വീടിന്റെ സൈഡിലാണോ അത് ഉള്ളത്? ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇന്ന് എനിക്ക് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരു നിയോഗം തരുക. നിങ്ങളെ അവർക്കൊരു സാക്ഷ്യമാക്കി തമ്പുരാൻ മാറ്റാൻ വേണ്ടി പോവാ. ആരുടെ വീടിന്റെ സൈഡാണോ അത്? ആമേൻ പറഞ്ഞ് അതിനെ ഏറ്റെടുത്തു. ദൈവം ഇന്ന് ആ ഭവനത്തിന്റെ അകത്തൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ദുഷ്ടന്റെ ആശകൾ നശിക്കട്ടെ, അവൻ പല്ല് കടിച്ച് ഉരുകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ
ദൈവത്തിന്റെ വലിയ സാക്ഷ്യത്തെ അവിടെ തുറക്കുന്നല്ലോ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ കേട്ടോ. മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ മ്യൂട്ട് മാറ്റി ആമേൻ പറഞ്ഞതിനെ ഏറ്റെടുത്തോണം. ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാം. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവ്. അതോടൊപ്പം തന്നെ കർത്താവിന്റെ ഉള്ളത്തിൽ പറയുന്നു, കിഷോർ എന്ന് പറയുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ പറയാം. കിഷോറിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഞാൻ ഈ കിഷോറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ ആ വീടിൻ്റെ അകത്ത് 2 വാഹനങ്ങൾ, ബൈക്ക് ഞാൻ കാണുക. കിഷോറിൻ്റെ അവിടെ 2 ബൈക്ക്, 2 ടൂ വീലറാണ് ഞാൻ കാണുന്നത്. 2 ടൂ വീലറുകൾ ഞാൻ ആ ഭവനത്തിൽ ഇരിക്കുന്നതായിട്ട് കാണുക. അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു കവറിങ് വെളിപ്പെടാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്, അതേത് ഭവനമാണോ കിഷോറിന്റെ ഭവനം ഏറ്റെടുത്തോണേ. ദൈവം മോന്റെ കൂട്ടുകാരനാ, എന്റെ ഫ്രണ്ടാണ് കിഷോർ. ഈ 2 വാഹന സിസ്റ്റർ ഞാൻ കാണുവാണല്ലോ. ഉണ്ട്. അതിനെ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനർത്ഥം വിട്ടു ഒഴിയട്ടെ, സമാധാനം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അതോടൊപ്പം തന്നെ ഈ ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണും. ബെഞ്ചമിൻ 16 സെന്റ് ഒരു സ്ഥലം, അതിങ്ങനെ തെളിഞ്ഞു വരുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. ബെഞ്ചമിനുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഈ 16 സെന്റ് സ്ഥലവുമായിട്ട് അതൊരു തെളിഞ്ഞു വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. തെളിഞ്ഞു വരിക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഞാൻ ആ ഭവനത്തെ അനുഗ്രഹിക്കുന്നപ്പ ഇപ്പോൾ തന്നെ പ്രിയമക്കളുടെ ജീവിതത്തിലുള്ള ദൃഷ്ടികൾ മാറിപ്പോകട്ടെ. എന്ന് കേട്ടതുപോലെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയിരിക്കുക. താങ്ക് യു ലോർഡ് ജീസസ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഈ സമയത്ത് പറയാനുള്ളവരാണോ മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. മഞ്ഞ നൈറ്റ് ഇട്ട് പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞില്ലായിരുന്നു. മഞ്ഞ നൈറ്റ് ഞാൻ ഇട്ടത് പറഞ്ഞു. പൊട്ടിയ മാല ഇരിക്കുന്ന ഭവനം എടുത്തു പറഞ്ഞു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കേൾക്കണേ, ക്ലിയർ ആയിട്ട് കേൾക്കണേ. പ്രത്യേകിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പല ആൾക്കാരും, എനിക്കറിയാം നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർ. കാരണം ഈ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പലപ്പോഴും നമ്മൾ പറഞ്ഞതിന് ശേഷവും ചിലപ്പോൾ കുറേ കാര്യം മുറിഞ്ഞു പോകുന്നുണ്ട്. എങ്കിലും വരും ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവും. അപ്പം നമുക്ക് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ച ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരെ നമുക്ക് റെഡി ആകാൻ ഇടയ്ക്കിനി അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയിക്കുന്ന ഒരു കാര്യം. നമുക്ക് സമയം ഇങ്ങനെ കയറി പോകുന്നതുകൊണ്ടും അതിൻ്റെ ക്രമീകരണം കർത്താവ് മുന്നോട്ട് ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, ഒരു കാര്യം പറഞ്ഞോട്ടെ. ആലപ്പുഴയിൽ 20-ാം തീയതി നമുക്ക് ഈ മാസം ജൂൺ മാസം 2026 ജൂൺ മാസം 20-ാം തീയതി ആലപ്പുഴയിൽ പ്രെയർ സ്റ്റേഷൻ പ്രാർത്ഥന നടക്കുന്നു. അതിന് നിങ്ങളെല്ലാവരും അറിയിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ ജൂൺ 20-ഉം 27-ാം തീയതി UK-യിൽ ഈസ്റ്റ് ഹാമിൽ ഞാനവിടെ ഉണ്ട്. കർത്താവിന്റെ നാമത്തിൽ നേരിട്ട് വന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലണ്ടനിൽ ഈസ്റ്റ് ഹാമിൽ നിങ്ങൾക്ക് അവിടെ വരാമെന്നാണ്. ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വരിക. നേരത്തെ നിങ്ങൾ അവിടെയുള്ള പ്രെയർ ലൈൻ നമ്പറുണ്ട്, അത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. നിങ്ങൾ അതിലേക്ക് വിളിക്കുക. കാര്യം കാർ പാർക്കിങ്ങിന്റെ കാര്യത്തിലൊരു ഒന്ന് കൺഫേം ചെയ്തോണം. അവിടെ കാർ പാർക്കിംഗ് വളരെ കുറവാണ്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പാർക്ക് ചെയ്യുമ്പം അവർ പറഞ്ഞു തരും എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യണം എന്നുള്ളത്. അതിന്റെ പോസ്റ്റർ അവിടെ കാണാൻ പറ്റും. 27-ാം തീയതി ജൂൺ മാസം ശനിയാഴ്ച വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ UK-യിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ക്യാനിങ് ടൗൺ ലൈബ്രറി വെച്ചാണ് മീറ്റിംഗ് നടക്കുന്നത്, അതിന്റെ ഹാളിൽ വെച്ചാണ്. അപ്പം ആ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചു ചോദിക്കുക. വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ മെസ്സേജ് ആണല്ലോ വാട്സാപ്പിൽ അയക്കുക. സിസ്റ്റർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് വരേണ്ടതെന്നുള്ളത്. ലൊക്കേഷൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരക്കുള്ളൊരു സിറ്റിയാണത്. ചോദിച്ചിട്ട് നിങ്ങൾ വരിക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്ന് രോഗികളായി ഭാരപ്പെടുന്ന ഇന്ന് എനിക്ക് എൻ്റെ രോഗം ഇന്ന് പൂർണ്ണ സൗഖ്യമാകുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവർ മാത്രം മ്യൂട്ട് മാറ്റിക്കേ. പൂർണ്ണ വിടുതൽ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളവര് ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവര് കേട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവര് കേട്ടെ. സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെ ഇത് നിങ്ങളുടെ ആവശ്യമല്ല, അവകാശമാണ്. ഞാൻ വേദന എടുത്തുകൊണ്ട് യേശുവിനെ എന്ന് വിളിക്കുമ്പോ കർത്താവിന് ചിരി വരുന്നില്ല കേട്ടോ. കർത്താവിന് പറയുന്നു, ഈ രോഗം ഞാൻ വഹിച്ചതാ, ഈ വേദന ഞാൻ വഹിച്ചതാ. അതുകൊണ്ട് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡി ആയിരിക്കുന്നവർ കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ്,
എന്നിട്ട് പറഞ്ഞ യേശു എന്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു. ഉറക്കെ പറ, യേശു എന്റെ വേദന ചുമന്നിരിക്കുന്നു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് തേയ്മാനങ്ങൾ, മുറിവുകൾ, വേദനകൾ, ശാരീരിക മസസുകൾ, മുഴകൾ, ശാരീരിക രോഗങ്ങൾ, വേദനകൾ, കടഭാരങ്ങൾ, പ്രതിസന്ധികൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും ഞങ്ങൾക്ക് വരുന്നില്ല. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. കൈവച്ച് അവിടെ കൈയെടുത്ത് വെച്ച് ആ കണ്ണാടി ഊരിക്ക്. ഞാൻ കണ്ണാടി ഇല്ലാതെ വായിക്കാൻ പോവാ. ഇപ്പം കണ്ണാടി ഇല്ലാതെ ഞാൻ വായിക്കാൻ പോവാ. ഇയർബഡ്സ് ഇല്ലാതെ ഞാൻ കേൾക്കാൻ വേണ്ടി പോവാ. ഹീലിംഗ് പവർ ഈസ് മൂവിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുക. ആ രോഗശക്തികൾ ഇറങ്ങങ്ങോട്ട് യേശുവിന്റെ നാമത്തിൽ. ആ രോഗബന്ധനങ്ങൾ ഇറങ്ങങ്ങോട്ട് യേശുവിന്റെ നാമത്തിൽ. ആ രോഗമേ നീ ഇറങ്ങിപ്പോ യേശുവിന്റെ നാമത്തിൽ. ആ വേദന നീ ഇറങ്ങിപ്പോ യേശുവിന്റെ നാമത്തിൽ. ദുഷ്ടപിശാച ഇറങ്ങങ്ങോട്ട്. ആ രോഗശക്തി ഇറങ്ങ് യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ഞങ്ങളുടെ രോഗം വഹിച്ചതാ. ഞങ്ങൾക്ക് രോഗത്തെ ഞങ്ങളുടെ മേൽ വാഴാൻ കഴിയത്തില്ല. വേദനയ്ക്ക് ഞങ്ങളുടെ മേൽ വാഴാൻ കഴിയത്തില്ല. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ വേദന വേരോടെ പിടിച്ചു മാറ്റുന്നപ്പോ the power of the Holy Spirit. ആമേൻ, 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 ആമേൻ. നന്ദി യേശുവേ. മതി 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 മതി. ഒന്ന് ചെക്ക് ചെയ്തേ. എത്ര പേര് പ്രാർത്ഥിച്ചു? അവര് മാത്രം മ്യൂട്ട് മാറ്റിക്കേ. എത്ര പേര് പ്രാർത്ഥിച്ചു? എന്നാ പറ്റി ബോഡിയില്? കാലിന്റെ പാദം രണ്ടും മരത്തിരിക്കുകയാണ് ബ്രദറെ. പൂർണ്ണ സൗഖ്യം ബ്രദറെ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കൈവച്ച് പറയണം, പൂർണ്ണ സൗഖ്യം എന്റെ അവകാശമാണ്. പൂർണ്ണ സൗഖ്യം എന്റെ അവകാശമാണ്. എനിക്കൊരു പൂർണ്ണമായ മാറ്റം ഉണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ബ്രദർ എനിക്ക് കഴിഞ്ഞ ഈ ഒരു ആഴ്ചയായിട്ട് ഭയങ്കര പനി, ഭയങ്കര വേദന. എനിക്ക് എന്റെ ഹസ്ബൻഡിന് ഒരുപോലെ വീണ് കിടക്കുമായിരുന്നു. ദൈവം അത്ഭുതകരമായിട്ട് ഇന്ന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ച പ്രയറില് നന്ദി കർത്താവേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിടുതൽ തന്നിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ചെക്ക് ചെയ്തേ? മറ്റാരെങ്കിലും? എനിക്കെന്റെ ശരീരം ഒരു കാര്യം പറയട്ടെ പാസ്റ്റർ. പാസ്റ്റർ, എനിക്ക് ഈ കണ്ണ് അത്രയ്ക്ക് കാണില്ല, കാഴ്ച കുറവുണ്ടും പറഞ്ഞേക്ക് ഡോക്ടർ. അടുത്ത് വന്നിരിക്കുന്ന ആളുകൾ മനസ്സിലാകുന്നില്ല, കുറെ ദൂരം മനസ്സിലാകുന്നില്ല പാസ്റ്റർ. സിസ്റ്ററെ കൈ വെച്ച് പറഞ്ഞോണം. കൈ വെച്ച് പറഞ്ഞോണം. കണ്ണാടി ഇല്ലാതെ ഞാൻ വായിക്കും കേട്ടോ. കണ്ണാടിയുടെ സഹായമില്ലാതെ പാസ്റ്റർ. പിന്നെ ഞാൻ റോട്ടറി വെക്കുന്നു പാസ്റ്റർ. കുറെ ആളുകൾ ചീത്ത പറയുന്നു പാസ്റ്റർ. ഒരു പ്രേസ് ഇല്ലാൻ പറഞ്ഞിട്ട് കുറെ ചീത്ത പറയുന്നു പാസ്റ്റർ. എനിക്ക് വേറെ ഒരു പണിക്ക് പോകാൻ പാസ്റ്റർ. കുറെ സിസ്റ്ററെ, കർത്താവ് അത്ഭുതം ചെയ്യും, കർത്താവ് അത്ഭുതം ചെയ്യും. ഭാരപ്പെടേണ്ട. ഞാൻ പറഞ്ഞല്ലോ, യേശുവിന്റെ നാമത്തിൽ പറഞ്ഞോളാം, ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ അത്ഭുതം കാണും കേട്ടോ. ഓൾറെഡി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഈ പ്രാർത്ഥന കൈക്കൊള്ളുമ്പോ തന്നെ നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ചേഞ്ച് വന്നിരിക്കുകയാണ്. ദൈവം അസാധാരണമായ വളർച്ച നമുക്ക് തരും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റ് അല്ല, സാക്ഷ്യമുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്കൊരു പൂർണ്ണ സൗഖ്യം സാക്ഷ്യം പറയാനുള്ള ആരെങ്കിലും ഉണ്ടോ?
ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറയാൻ വേണ്ടി പോവാം. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇന്നത്തെ അല്ല, കഴിഞ്ഞ ദിവസം ഹലോ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ബ്രദർ ആലീസിന്റെ സോറി 2 ജോണുള്ള വീട്ടിലെ ഒരു പറഞ്ഞിരുന്നു. ഒന്ന് എന്റെ മോന് ജോൺസൺ എന്നാണ്, ഹസ്ബൻഡിന്റെ പേര് ജോൺ എന്നായിരുന്നു. എന്റെ പേരും അതുപോലെ പറഞ്ഞു ആലീസ്. നേരത്തെ വീട്ടില് ശാപവാക്കുകള് സ്ഥലത്തിന്റെ വിഷയമായിട്ട് കേട്ടതാണ്. ഞാനത് ഏറ്റെടുത്തായിരുന്നു. അത് ഏറ്റെടുത്തു സിസ്റ്റർ. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു സാർ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ഫാസ്റ്റർ, കഴിഞ്ഞ ആഴ്ച ഒരു സ്ഥലവും ഒരു സ്ത്രീയുടെ രൂപവും എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ, വസ്തു സംബന്ധിച്ച്. അത് ഞാൻ ഏറ്റെടുക്കുന്നു. ഏറ്റെടുത്തു സിസ്റ്റർ. കർത്താവ് സാക്ഷ്യമാക്കും കേട്ടോ. നാമത്തിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നു. താങ്ക് യു. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഇപ്പം ബ്രദർ പറഞ്ഞായിരുന്നല്ലോ, വെളിയില് ബിന്ദുവിനോട് സംസാരിച്ചിട്ട് വീട്ടിൽ വന്ന് റൈറ്റ് സൈഡില് കിച്ചൺ. ഞാനിപ്പം ഒരു 7:30-8 മണിയായപ്പോഴത്തേക്കും, ഞാൻ ഡൽഹിയിൽ നിന്നാണ് വിളിക്കുന്നത്, 7:30-8 ആയപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടെ വെളിയിൽ നിന്ന് സംസാരിച്ച് മോളുടെ കാര്യം കല്യാണത്തിന്റെ കാര്യം സംസാരിച്ച് ഞങ്ങൾ വീട്ടിൽ കയറി വന്നു. ഞാൻ ഫോൺ എടുത്തു. ഞാൻ എന്റെ ഹസ്ബൻഡിന് കിച്ചണിൽ പോയി നാരങ്ങയുടെ വെള്ളം പിഴിഞ്ഞു വെച്ചിരുന്നു, അതെല്ലാം എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഫോൺ ചെയ്തു. ഫോൺ ചെയ്തത് എൻ്റെ ഒരു ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, അപ്പൊ ഞങ്ങളെ പിക്കപ്പ് ചെയ്യുന്ന ഒരു പയ്യൻ, അവന് നാട്ടിൽ നിന്ന് വിളിച്ച് അവനോട് സംസാരിച്ചു. ഞാന് ബ്രദർ പറയും എല്ലാരും കൂടെ സംസാരിച്ചോണ്ട് ഞാൻ അന്നേരം സംസാരിക്കാഞ്ഞേ. ഒത്തിരി പേര് സംസാരിക്കുമല്ലായിരുന്നോ, ഞാനും സംസാരിച്ചു. ഇന്ന് 8 മണിക്ക് സംഭവിച്ച സംഭവമാണ്. അത് ഏറ്റെടുത്തു സിസ്റ്റർ കേട്ടോ. കർത്താവിനെ തൊടുക കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. 2-3 ദിവസമായിട്ട് നല്ല ക്ഷീണായിരുന്നു. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ചെറിയ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോ ഒരു വയ്യായിക വന്നിരുന്നത്. അപ്പൊ എനിക്ക് ഒരു നല്ലൊരു മാറ്റം വന്നു. ബുദ്ധിമുട്ടില്ല, ഇപ്പൊ കുറഞ്ഞു ബുദ്ധിമുട്ട്. നാളെ എനിക്ക് സ്കൂൾ ടീച്ചറാണ്, അപ്പൊ സ്കൂളിൽ പോവാനുണ്ട്. എനിക്ക് പൂർണ്ണമായിട്ടൊരു വിടുതല് നാളെ രാവിലെ ആകുമ്പോഴേക്ക് എനിക്ക് കിട്ടണപ്പാ. കർത്താവ് അത് ചെയ്തിരിക്കുന്ന സിസ്റ്റർ കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് വിടിവിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് എന്തോ ബ്രദറെ, എന്റെ മോന്റെ 6301 എന്ന് പറഞ്ഞ ഒരു നമ്പർ 2 ആഴ്ച മുമ്പ് ബ്രദർ പറഞ്ഞിരുന്നു. അവനിൽ ഒരു അത്ഭുതം നടക്കുന്നു. അത്ഭുതം നടന്നു ബ്രദറെ. അവന് ചീത്ത റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് മാറി ഇപ്പൊ അവൻ UK പഠിക്കാൻ പോകാൻ തീരുമാനിച്ചു. നന്ദി കർത്താവ്. അങ്ങ് വഴി തുറന്ന് ഡെലിവറൻസ് കൊടുത്ത കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. പറഞ്ഞോ പറഞ്ഞു, കേൾക്കുന്നുണ്ട്. പറഞ്ഞു. ഹലോ, സ്വത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഒരു സുഹൃത്ത്, ഒരു സഹോദരി പ്രാർത്ഥനയ്ക്ക് പോകുന്നതാണ്. അവരുടെ വീട്, അവരുടെ ആട് പ്രസവിക്കാറായി നിൽക്കുന്നതായിരുന്നു. പക്ഷെ രാവിലെ തൊട്ട് ഇങ്ങനെ വയറ് നോവെടുത്തിരിക്കുകയായിരുന്നു. അവർ വൈകുന്നേരം ആയപ്പോഴും ഇത് പ്രസവിക്കുന്നില്ല. ഭയങ്കര വിഷമത്തിൽ കിടന്ന് കരഞ്ഞും വിഷമിച്ചിരിക്കുക. അപ്പം അവർ മൃഗത്തിന്റെ ഡോക്ടറെ വിളിച്ചായിരുന്നു. ഡോക്ടറെ വിളിച്ചിട്ടും ഡോക്ടർ പറഞ്ഞു സാരമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ശരിയായില്ല, വിളിക്കുക, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 7 മണി 7:15 ആയപ്പം എന്നെ വിളിച്ചു. ഒന്ന് വിളിച്ചെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ കുറച്ച് ദൈവവചനമൊക്കെ പറഞ്ഞ് ബലപ്പെടുത്തി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു ആടിന്റെ മേൽ കൈവച്ചു, അത്ഭുതം സംഭവിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആട് പ്രസവിച്ച് 2 കുട്ടികൾ. വലിയൊരു മെറിക്കിളായി പോയി, അത്ഭുതമായി പോയി. നന്ദി കർത്താവ്. നമ്മൾ പറഞ്ഞതുപോലെ മനുഷ്യന് വേണ്ടി മാത്രമല്ല, സകലർക്കും വേണ്ടി കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയെ പ്രയോജനപ്പെടുത്താം. ഇന്ന് കർത്താവ് കൊടുത്ത അത്ഭുതകരമായിട്ടുള്ള ആ പ്രവൃത്തിക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു ബ്രദർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഒരു കുതിരയുടെ കാര്യം പറഞ്ഞല്ലോ, പക്ഷെ അത്രയും കേട്ടുള്ളൂ. അപ്പൊ നെറ്റ് കട്ടായിട്ട് ഫുള്ള് കേൾക്കാൻ പറ്റിയില്ല. സിസ്റ്റർ അത് ബാക്കി യൂട്യൂബിലുണ്ട്, സിസ്റ്റർ അത് കേട്ടാൽ മതി കേട്ടോ. നമ്മളിപ്പോൾ അത് യൂട്യൂബിലുണ്ട്. അപ്പൊ അത് മുഴുവൻ സാക്ഷ്യം കേട്ടിട്ട്, ആലോചന കേട്ടിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഏറ്റെടുത്തോണം കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു.
മറ്റാരെങ്കിലും എനിക്ക് സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു. എന്റെ മോള് 5 വയസ്സ് തൊട്ട് പാൻക്രിയാസിന്റെ രോഗത്തെ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം 7 ദിവസം അഡ്മിറ്റ് ആയിരുന്നേ. അപ്പം ഈ വേദനയാല് അപ്പൊ ഒരു ദിവസം കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഞാൻ അവിടെ വേദന കൂടിയപ്പം അമ്മയുടെ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ സമയത്ത് കൈക്ക് ഒരു തരിതരിപ്പ് ഉണ്ടായി. ദൈവം അവിടെ പ്രവർത്തിച്ചു. അവക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. പിറ്റേ ദിവസം ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്ന് ഇപ്പം സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഇപ്പൊ ബുദ്ധിമുട്ടില്ല മോക്ക്? ഇപ്പൊ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ദൈവം സൗഖ്യം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ച് അന്നേരം ഞാൻ സാക്ഷ്യം പറയുമെന്ന് ഞാൻ പറഞ്ഞു. ദൈവം സൗഖ്യം കൊടുത്തു കുഞ്ഞിന്. നന്ദി കർത്താവേ. വലിയൊരു സാക്ഷ്യമാണ്. മോക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? മോക്കിപ്പോ 21 വയസ്സ്. 5 വയസ്സിൽ തുടങ്ങിയത് അസുഖം. നിങ്ങൾ കേട്ട 5 വയസ്സ് തുടങ്ങിയ അസുഖമായിരുന്നു. ഇപ്പൊ കർത്താവ് 23-ാം വയസ്സിൽ ആ സഹോദരി കൈവച്ചു. ആ ആശുപത്രിയിലെ മുറിയിൽ ഒരു ശക്തി വ്യാപരിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം. നന്ദി കർത്താവേ. അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മള് മെഡിസിൻ പഠിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യും കേട്ടോ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരും ഇല്ലാന്ന്. ബ്രദറെ, കഴിഞ്ഞ വ്യാഴാഴ്ച ഞാനിങ്ങനെ രാത്രി മറ്റേ ഇതിന് കയറുമായിരുന്നു, മറ്റേ അന്യഭാഷ പ്രാർത്ഥനയ്ക്ക്. ചില ദിവസം അങ്ങ് ഉറങ്ങിപ്പോകും. അപ്പൊ ഞാൻ അത് കയറാറില്ലായിരുന്നു. ഉറങ്ങിപ്പോകുന്ന ദിവസം എനിക്ക് കയറാൻ പറ്റത്തില്ല. അത് മിക്ക രാത്രികളിൽ എനിക്ക് ഉറക്കം വളരെ കുറവായിരുന്നു. അപ്പൊ ഉറക്കം കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോകും. എന്നിട്ട് രാത്രിയിൽ ഞാൻ ഒരു വ്യാഴാഴ്ച 2:45 ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയിട്ട് വന്ന് കിടന്ന് കഴിഞ്ഞ് 3 മണിയായപ്പോ എൻ്റെ ഫോണ് തന്നെ ഓണായി. അന്യഭാഷ പ്രാർത്ഥന തന്നെ ഓണായി. ഞാൻ ഞെട്ടി എഴുന്നേറ്റ് പിന്നെ വേഗം പോയി ഹോളിൽ പോയി വാട്സപ്പ് ഓൺ ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരു 3:45 കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് വയറുവേദന എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വന്നു. അപ്പൊ ഈ വയറുവേദന അവൾക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. എപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു +2 പഠിക്കുമ്പോഴാണ് സ്റ്റാർട്ട് ആയത്. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സ്റ്റാർട്ട് ആയതാണ്. പിന്നെ അതൊരു 6 മാസത്തിൽ വന്നു, പിന്നെ ഒരു 3 മാസത്തിൽ വന്നു, പിന്നെ ഒരു 2 മാസത്തിൽ, പിന്നെ ഇപ്പൊ മാസം ഈ വയറുവേദന, ഭയങ്കര വയറുവേദന. അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ട്രിപ്പ് കയറ്റും, മറ്റേ പെയിൻ കില്ലർ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വരും. പിന്നെ വയറുവേദനയും ഛർദിയും കൂടിയുണ്ട്. ഭയങ്കര ഛർദിയും വയറുവേദനയും. അത് ഇപ്രാവശ്യം 2 ദിവസം കണ്ടിന്യൂ ആയിരുന്നു അത്. അപ്പൊ ഞാൻ ഈ 3:45 എന്നിട്ട് 3:45 സമയം കഴിഞ്ഞപ്പോഴാണ് ഇവള് പുറത്തു വന്നത്. പിന്നെ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ പരിശുദ്ധാത്മാവ് എന്നെ എഴുന്നേൽപ്പിച്ചതായിരുന്നു ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിച്ചത്. പിന്നെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ ഇപ്പോഴും അത് പിന്നെ അവള് തന്നെ 2 ദിവസം കണ്ടിന്യൂ വേദനയായി. പിന്നെ അവള് തന്നെ പ്രാർത്ഥിച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ സൗഖ്യമായി അത്. എന്ന് തുടങ്ങിയ ബുദ്ധിമുട്ടാ? അത് ഡിഗ്രി പഠിക്കുമ്പോ തൊട്ട് തുടങ്ങിയതാ. ഇപ്പൊ ഒരു 3-4 വർഷമായി. ഇത് വലിയൊരു സാക്ഷ്യമാണ്. 3-4 വർഷമായിട്ടുണ്ടായിരുന്ന വേദന ശരീരത്തിൽ നിന്നും കർത്താവ് പൂർണ്ണ സൗഖ്യമാക്കി. ഇപ്പൊ ഒരു ബുദ്ധിമുട്ടുമില്ല മോക്കല്ലേ? ഇപ്പൊ ബുദ്ധിമുട്ടില്ല. കർത്താവ് മാസം വന്നോണ്ടിരിക്കുക ബ്രദറെ ഈ വേദന. വന്നോണ്ടിരുന്നായിരുന്നു. ഇപ്പൊ വേദന ഇല്ല അങ്ങനെ? ഇനിയിപ്പോ അടുത്ത മാസം വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വരത്തില്ല. നമ്മൾ വിശ്വസിച്ചപ്പോൾ കർത്താവ് സൗഖ്യമാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വരത്തില്ല കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു ബ്രദറെ. ഇങ്ങനെ ഞാൻ നേരത്തെ ബ്രദറിനെ വിളിച്ചപ്പം പറഞ്ഞായിരുന്നു ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട്. ഇപ്പൊ 1 മാസത്തിൽ കൂടുതലായി എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ്, എൻ്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡിന് ഇങ്ങനെ ലിവർ സിറോസിസ്. അന്നേരം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ഇങ്ങനെ വയറിനകത്തൊന്ന് ഫ്ലൂയിഡ് ഇങ്ങനെ കുത്തിയെടുത്തോണ്ടിരിക്കുവായിരുന്നു. അതിന്റെ കൂടെ ഹെർണിയം വന്നായിരുന്നു. അപ്പൊ ഞാൻ ബ്രദറിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ബ്രദർ ഇങ്ങനെ ലിവർ ട്രാൻസ്പ്ലാന്റ് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് നടക്കത്തില്ല, അത് പൂർണ്ണമായിട്ട് മാറുന്നതിന് ബ്രദർ പ്രാർത്ഥിച്ചതിന് ശേഷം ആ ഫ്ലൂയിഡ് വരുന്നത് മൊത്തം നിന്ന്.
മറ്റേത് ഫ്ലൂയിഡ് ഇങ്ങനെ 2 കുപ്പി വീതം കുത്തി എടുത്തോണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഫ്ലൂയിഡ് ഒട്ടും ഇല്ല. അപ്പം ഹെർണിയുടെ ഓപ്പറേഷൻ ഇപ്പം നടത്തണമെന്ന് പറഞ്ഞേക്കോ. ഇപ്പൊ മറ്റന്നാള് വെള്ളിയാഴ്ച ഹെർണിയുടെ ഓപ്പറേഷനാ. അപ്പൊ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഹെർണിയുടെ ഓപ്പറേഷൻ നടത്താൻ പറ്റും. അത്രയും വലിയ സ്റ്റേജാ. എന്ന് വെച്ചാൽ ആൽബുമിൻ ഒന്നും ഇല്ല, ഫ്ലൂയിഡ് വന്ന് നിറയുവാണ്. അപ്പൊ ഫ്ലൂയിഡ് നിറയൊക്കെ എല്ലാം അങ്ങ് മാറി ഡോക്ടർ സർജറി ഈ ഹെർണിയ സർജറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം ലിവർ ഒരു ശകലം എന്ന് വെച്ചാൽ ഡി എങ്ങാണ്ട് ഗ്രേഡ് ആകുമ്പോഴാണ് മൊത്തം പോകുന്നത്. ഇപ്പൊ സി ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഹെർണിയുടെ ഓപ്പറേഷൻ ചെയ്യാൻ ഫ്ലൂയിഡ് വരുന്നത് നിർത്തി നിന്ന്. ഇപ്പൊ അത്രയും സൗഖ്യമായി. ഓ നന്ദി കർത്താവ്. ഇത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ. മുറുക്കെ പിടിച്ചോണം. ഹെർണിയുടെ കർത്താവ് അത് ഓപ്പറേഷൻ വെള്ളിയാഴ്ച. ലിവർ ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ തന്നെ പൂർണ്ണ സൗഖ്യവും. അങ്ങനെ വെള്ളിയാഴ്ച ഒരു ഹെർണിയുടെ ഓപ്പറേഷൻ. അങ്ങനെ തന്നെ കർത്താവ് ചെയ്യും കേട്ടോ. ആമേൻ. ആട്ടോ ബ്രദർ. ഗോഡ് ബ്ലസ് യു. താങ്ക് ഗോഡ് യു. ബ്ലസ് യു സിസ്റ്റർ. ഓക്കെ. യേശുവിന്റെ ബ്രദർ നാമത്തിൽ. ഒരു സാക്ഷ്യമുണ്ട്. ഓക്കെ, താങ്ക് യു പറഞ്ഞോ ബ്രദർ. ഹലോ പറഞ്ഞോ ബ്രദറെ പറഞ്ഞോ. ഒരു സാക്ഷ്യമുണ്ട്. ഇപ്പൊ എന്റെ മകള് എന്റെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്. അവൾക്ക് 4.5 വയസ്സുണ്ട്. അവള് ബിൽഡിങ്ങിന്റെ താഴോട്ട് പോയി വീണിട്ട് ഞാൻ ഓടിച്ചെന്ന് പിടിച്ചു. പിന്നെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. യേശുവിന്റെ ഇരട്ടി പിണരുകളാൽ മോൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, യേശുവിന്റെ തിരുമുറുകളാൽ മോൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞു. പിന്നെ പെട്ടെന്ന് എല്ലാരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് എക്സ്റേ എടുത്തു. കുഴപ്പമൊന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞു. കൈക്ക് പാസ്റ്റർ ഇട്ട് ഞങ്ങൾ 1/2 മണിക്കൂർ കൊണ്ട് വീട്ടിലും വന്നു. കർത്താവെ അങ്ങ് സൂക്ഷിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കരുതലിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ് ബ്രദറെ. പറഞ്ഞു. സാക്ഷിയല്ല, എന്റെ മാതാവിന്, എന്റെ അമ്മയ്ക്കാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വയറിനകത്ത് അൾസർ ഉണ്ടായിരുന്നു. അന്നേരത്തെ അത് ഒരു പോളിപ്പ് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പോളിപ്പ് ഉണ്ടായിരുന്നു. അത് കൊളോണോസ്കോപ്പിയിലൂടെ അതങ്ങ് ചിരണ്ടി കളഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ എപ്പോഴും വയറിനകത്ത് എപ്പോഴും മോഷൻ പോകണം. പിന്നെ എന്തോ കഴിച്ചാലും അങ്ങനെ വയറ് നോവുക, പെട്ടെന്ന് അസിഡിറ്റി ഉണ്ടാവുക. ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് ആരും ഇല്ല വീട്ടില്. ഒരു വയ്യാത്തൊരു മോനും ഉണ്ട്, വയ്യാതെ ഇരിക്കുന്നേ. ഈ അമ്മയ്ക്ക് പരിപൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എനിക്കൊരു ആത്മപകർച്ചയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കൈ തൊട്ടാ വിടുതലുണ്ടാകത്തക്ക രീതിയിൽ. കർത്താവ് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു പകർച്ച ഉണ്ടാകട്ടെ. യേശുവിന്റെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യവും ആരോഗ്യം വന്നിരിക്കുന്നല്ലോ. കർത്താവെ പൂർണ്ണ വിടുതൽ കൽപ്പിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ധൈര്യമായിട്ടിരിക്കട്ടെ സിസ്റ്റർ. ബ്രദറെ ആ സർജറിയുടെ ഇത് പിന്നെ ഇപ്പൊ വെള്ളിയാഴ്ച അന്നേരം ബ്ലീഡിങ് ഉണ്ടാവുമെന്ന ഡോക്ടർ. ലിവറിന് ഇങ്ങനെ ആയതുകൊണ്ട് ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ പറഞ്ഞേക്കുമായിരുന്നു. യാതൊരു കുഴപ്പമില്ലാതെ ആ സർജറി ഹെർണിയ ഓപ്പറേഷൻ ചെയ്യുവാനും ലിവറിന്റെ ട്രാൻസ്പ്ലാന്റ് മാറിപ്പോകുന്നതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ ബ്രദറെ. പറഞ്ഞോ. ഞാൻ പറയുന്നത് ഒരു റിക്വസ്റ്റ് ആണ്. മരുമക ഇന്നലെ ഞാൻ ഓൺലൈനിൽ ബ്രദറിനോട് മെസ്സേജ് ഇട്ടായിരുന്നു. ഇന്ന് ഭയങ്കര അസുഖമാണ്. പിന്നെ ഇൻഫെക്ഷൻ കൂടി, ഫംഗലാണ്. പിന്നെ അതുപോലെ തന്നെ ബ്ലഡിൽ ഇൻഫെക്ഷൻ കൂടുതലെന്ന് പറഞ്ഞ് മകൾ കുറച്ച് നേരത്തെ വിളിച്ചു പറഞ്ഞു. ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ 14 ദിവസം കിടന്ന് അവർ ചെയ്ത ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രശ്നമെന്നാണ് ഇപ്പം പറയുന്നത്. 3 ദിവസത്തിന് മുമ്പേ ട്രിവാൻഡ്രത്തെ സ്കെയിൽ കൊണ്ടുപോയത്. മരുമോൻ തന്നെ ഇവിടെ നിന്ന് പോകാതെ കിടന്നതാണ്. അപ്പോൾ ഓഫീസിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിച്ച് പറഞ്ഞാണ് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്തത്. കർത്താവ് ഇന്ന് അതിന്റെ മേൽ അത്ഭുതമായി തീർച്ച. കർത്താവിന്റെ നാമത്തിൽ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. ധൈര്യമായിട്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഒരുമിച്ച് ഇന്ന് ബാക്കി സാക്ഷികൾ നമുക്ക് നാളെ കേൾക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാൻ എൻ്റെ കൂടെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇപ്പോൾ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്തുകൊണ്ട് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് ഉണ്ടാകും എന്ന വചനത്താൽ നമുക്ക് ഏറ്റുപറയാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. ഈ നിമിഷം തന്നെ എല്ലാവരും ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തെ കർത്താവെ എനിക്കത് തന്നതിനായി നന്ദി കർത്താവെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാലേ അത് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. എന്നാലേ അത് സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് ഏറ്റുപറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ വൻ കൃപകളാൽ സ്വർഗം നിറച്ചിരിക്കുന്നു. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്തിരിക്കുന്നു.
ഈ നിമിഷം തന്നെ കർത്താവിന്റെ നാമത്തിൽ ഏറ്റുപറയുക. പരിശുദ്ധാത്മാവിന്റെ